ക്ലിയർ വരുന്നുണ്ട്. ഹലോ ഹലോ കാണില്ല. ഹലോ 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 ബാക്കില് ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്യാറുള്ളത്. ഇപ്പൊ ക്ലിയർ ഇല്ല. ഇവിടെ നിന്ന് ഒരു സ്പോട്ട് കൂടി വേണ്ടായിരുന്നു. ഇപ്പൊ നല്ല ഇതായിട്ട്
ജനിച്ചിരുന്നാൽ ജന്മജന്മാന്തരാധികങ്ങളായിരിക്കുന്ന ദുരിതരാശികളെ യഥാവരെ സംസ്കൃതങ്ങളായിച്ചറിഞ്ഞു നിശ്ചയമത്രയല്ലോ വാസുന്നത് എന്നതുകൂടാതെ മറ്റ് സാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രവസ്ത്രാദികളിൽ ഭരിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതമാർജിച്ചു പോകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യജന്മം എഴുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാലായ കൊള്ളാം. സുഹൃതനിഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തിങ്കലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവഗതിയാ ലഭിച്ചവർ പക്ഷം വ്യർത്ഥമാക്കി കളയാതെ കൊണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിതം വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിങ്കലും യത്നം ചെയ്തുകൊള്ളുവാൻ ആയതത്രയുടെ സാധ്യമാകുന്നത്. നമ്മെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ഭഗവാന്മാർക്ക് പലപ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആധിഭൗതികങ്ങളായും ആധിദൈവികങ്ങളായിട്ടും ബഹുവിധങ്ങളായിട്ടും ഉണ്ടാകുന്ന സങ്കടങ്ങളെ അസകലം തന്നെ യഥാവലെ ദൂരത്തിങ്കൽ കളഞ്ഞ് ഖലോകത്തിന്റെ സൗഖ്യത്തെയും പരലോകത്തിന്റെ ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയുടെ അറിവിടെ രക്ഷിതാവ് എന്നല്ലേ വാസുദേവൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. വാസുദേവനോ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? വൃഷ്ണികുലാലങ്കാരഭൂതനായി സത്യഭാമാവല്ലഭനായി ഭദ്രവത്സലനായിരിക്കുന്ന യാതൊരു ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ തന്നെയാകുന്നതേ ഇവിടെ ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് ആയതുകൊള്ളാം നല്ല ശിക്ഷ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ട് തന്തിരുവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ലായെങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ എന്നല്ലോ ഇവിടെ പറഞ്ഞത്. ആയുർവേദമായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ മനസ്സിലേക്ക് ശക്തിയാണ്. ായിരിക്കുന്ന ബാന്ധവന്മാർ യദുഭവനദഹനാനന്തരം വിദുരരാൽ നയിക്കപ്പെട്ട മാർഗത്തുങ്കളുടെ ബ്രാഹ്മണ വേഷപ്രച്ഛന്നന്മാരായി സഞ്ചരിച്ച് ഏകചക്രാഗ്രാമത്തെ പ്രാപിച്ച് ഗോത്രാസുരന്റെ ഗൃഹത്തിങ്കൽ അധിവസിക്കുന്ന കാലത്തിങ്കൽ ഒരു ദിവസം രാത്രി സമയത്തിങ്കൽ ആഗതന്മാരായിരിക്കുന്ന ബ്രാഹ്മണരിൽ നിന്ന് പാഞ്ചാലി സ്വയംവര വൃത്താന്തത്തെ കവിഞ്ഞ് സ്വയംവരോത്സവ ബുദ്ധികളായിട്ട് ബ്രാഹ്മണരോട് കൂടി പുറപ്പെട്ട് പോകുന്ന വഴിക്ക് ചിത്രരഥനാകുന്ന ഗന്ധർവനെ ജയിച്ച് ഗംഗകടന്ന് അമ്മയായിരിക്കുന്ന ദേവിയെ പുരാണഗൃഹത്തിങ്കലിരുത്തിയതിന്റെ ശേഷം പാഞ്ചാലരാജധാനിയെ പ്രാപിച്ചധിവസിക്കുന്ന സമയത്തിങ്കൽ പാഞ്ചാലരാജപുത്രനായിരിക്കുന്ന ധൃഷ്ടദ്യുമ്നൻ സ്വയംവരത്തിനായിക്കൊണ്ട് ആഗതന്മാരായിരിക്കുന്ന രാജാക്കന്മാരെ വിധിക്കുക കവണ്ണം സൽക്കരിക്കൂ.
താരമാകുന്നത് പാഞ്ചാല ഭൂപാല സുരോ മഹാത്മാ സംഗോദിതാസ്തീരാസ്തദാനീം പഞ്ചേഷു വേഷാൻ നൃപദീനശേഷാൻ മന്ദേഷു വേഷിതവാൻ യഥാർത്ഥം തദാനീം ആ സമയത്തിങ്കലാകട്ടെ ഏത് സമയത്തിങ്കലാണ് എന്നുണ്ടെങ്കിൽ ആ പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രിയായിരിക്കുന്ന പാഞ്ചാലിയുടെ വിവാഹം പാഞ്ചാല മഹാരാജാവ് പുത്രിയുടെ വിവാഹം പരീക്ഷയിൽ നിശ്ചയിച്ചു. എന്തോ ഭീമായിട്ട് പറഞ്ഞോ എന്താണ് ഞാൻ ചോദിച്ചത്. എന്റെ മോനെ അഞ്ചിലും മോഹനായിട്ട് പറഞ്ഞത് എന്തെങ്കിലും ഒരു ധാരണ ഒരു ധാരണ ഇങ്ങനൊന്നും പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള വിചാരത്തിലാണ് എന്താണ് ഈ പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രിയുടെ വിവാഹം പരീക്ഷയായിട്ട് നിശ്ചയിക്കേ ആവൂ. ഇന്നത്തെ കാലത്ത് നീ പരീക്ഷ ചെയ്യാണ്ട് എന്തെങ്കിലും ഒരു കാര്യം ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കാര്യം മാത്രമേ വിവാഹം മാത്രം ഒരാളും പരീക്ഷ നടത്തി നിശ്ചയിക്കുക ഇതുവരെ കുറയില്ല. ബാക്കി സകല കാര്യങ്ങളുണ്ട് പരീക്ഷ. ഇന്നലെ വിദ്യാഭ്യാസമായാലോ അതെ ഇനി എന്തെങ്കിലും പ്രവൃത്തി തരാമെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്നതായിട്ട് വിദ്യാഭ്യാസമായാൽ അമ്മ ചെറുതായിട്ടില്ല പോകും പരീക്ഷിക്കാനായിട്ട് പരീക്ഷ കഴിഞ്ഞിട്ടായിരുന്നു ഈ അനവധിയുടെ പരീക്ഷ. അപ്പോഴും വിവാഹത്തിന് പരീക്ഷ ഒരാളും അത് കയറില്ല. എങ്ങനെയാണ് പല രീതിയിൽ പോകുന്ന ആളല്ലേ ഏതെങ്കിലും ഒരു രീതിയിൽ വെച്ച് വിവാഹത്തിന് പരീക്ഷ ഉണ്ട് കേൾക്കണ്ടായില്ലോ. വിവാഹത്തിലെ പരീക്ഷ ഉള്ളത് കേൾക്കണ്ടായില്ലോ ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു വിവാഹത്തിന് പരീക്ഷ ഒരാളും കിടന്നില്ല. അല്ലെങ്കിൽ ഇന്നതെങ്കിലും വിവാഹത്തിന് പരീക്ഷ ഉണ്ടായി ഒന്നായി പറഞ്ഞത് കേമായിട്ട് പറഞ്ഞല്ലോ ഇവിടെ നിന്ന് വരിക ഞാൻ വിവാഹത്തിന് ഒരു പരീക്ഷ ഉണ്ടായി അത് കഴിഞ്ഞ് വരിക പറഞ്ഞു കേട്ടില്ല. അല്ലെങ്കിൽ ചില ആളുകളോ കുട്ടികളോ ഓരോരുത്തരായിട്ട് വരുന്നത് എന്തിനു വേണ്ടിട്ട് വന്നതാ ഇവിടെ വിവാഹത്തിന് പരീക്ഷിക്കാനായിട്ട് വന്നിരുന്ന ആളാണോ പ്രായത്തിലേക്ക് അതിന്റെ മുഖമൊന്നും പരീക്ഷിക്കില്ല വിവാഹത്തിനുള്ള മുഖേ പറഞ്ഞു കേട്ടില്ല. വിവാഹത്തിന് പരീക്ഷ ഉണ്ട് ഒരാളും പറഞ്ഞു കേട്ടില്ല. എന്നാൽ ഈ നിൽക്കുന്നത് കണ്ടാ വിവാഹം കഴിഞ്ഞത് പരീക്ഷ ചെയ്തു തോന്നുന്നു. അതനുഭവമുള്ള ആളനുഭവത്തി ഉണ്ട്. അപ്പോഴും വിവാഹത്തിന് പരീക്ഷ ഉണ്ടാവില്ല. വേറെ വരെ കേട്ടില്ല ഇതുവരെ കേട്ടില്ല. എന്താ പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രിയുടെ വിവാഹം ആ പരീക്ഷയായിട്ട് നിശ്ചയിക്കാൻ കാരണം എന്താ? മധ്യമവണ്ടവനായിരിക്കുന്ന അർജുനന് കൊടുക്കാനായിട്ട് തനിക്ക് ഒരു പുത്രി ഉണ്ടാവണം എന്ന് മോഹിച്ച് യാഗം ചെയ്ത് യാഗത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് വല്ലല്ലേ. പാഞ്ചാലി അർജുന് കൊടുക്കാനായിട്ട് മോഹിച്ചുണ്ടായത് എങ്ങനെയാണ്? ഇങ്ങനെ കാണിക്കും കഴിയുമ്പോൾ ഓരോന്നിങ്ങനെ പറഞ്ഞില്ലേ ആദ്യമായിട്ട് ഇങ്ങനെ ചില സമ്പ്രദായം തന്നെ പുത്രി ഉണ്ടായിട്ടില്ല. അങ്ങനെ പുത്രി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇന്ന ആൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു പുത്രി ഉണ്ടാവുമെന്ന് മോഹിക്കുക. ലോകത്തിൽ ആരെങ്കിലും ഒരാൾ കൊടുക്കുക
അധികം ഉള്ള കാര്യമില്ല. അങ്ങനെ പുത്രി ഉണ്ടാവുക കഴിഞ്ഞാൽ പുത്രിക്ക് ബാല്യം കൗമാരം തുടങ്ങി യൗവനം എന്നുള്ള നിലയായാൽ വിവാഹത്തിനായിട്ട് ആലോചിക്കും. വിവാഹപ്രായം ആയാൽ വിവാഹത്തിനായിട്ട് ആലോചിക്കുന്നുണ്ട്. അതായത് നമ്മ ചെറുപ്രായത്തിലാവുമ്പോൾ അങ്ങനെ ആലോചിക്കുന്നില്ല. പ്രായമായിട്ടില്ല, കുറച്ചുകൂടെ കഴിയണം. അവളതിന്റെ പ്രായമാകുമ്പോഴേ ആലോചിക്കുള്ളൂ. ഇതൊക്കെ ഒരു പതിവുള്ളത് എന്താ വെച്ചാൽ കുട്ടി ഉണ്ടാവുക കഴിഞ്ഞാൽ അമ്മമാരാണ് ഉത്സാഹിച്ച് നോക്കുക വിവാഹത്തിനായിട്ട്. അവർക്കാണ് ആ വക വിഷയങ്ങളിലോ കൂടുതൽ ശ്രദ്ധയുള്ളത്. അങ്ങനെ പുത്രിക്ക് വിവാഹപ്രായമായി കണ്ടാൽ അവര് ആ ഭർത്താക്കന്മാരുടെ സമീപത്തിൽ അവിടെ ചെല്ലും. അവിടെ ചെന്ന് അതേ അപ്പോഴേ ഈ വീട്ടിലെ കേട്ട ഒരാളെ വീട്ടിലെ ചായയൊന്നും എന്തോ ഒരു സാധനത്തെ വേണ്ടി അങ്ങനെ തോന്നുക. സ്വതേ ഭാര്യമാര് ഭർത്താക്കന്മാരെ ഇങ്ങനെയുള്ള വാർത്തകളെ വിളിക്കാം. അത് കേട്ട അപ്പ ഭർത്താവിന് മനസ്സിലാക്കി. അവരെ വിളിച്ചാൽ എന്താ അപ്പ ഭർത്താവ് വിളിക്കും. അപ്പോഴേ വിളിച്ചാൽ എപ്പോഴാ നല്ല എന്താന്ന് ഇങ്ങനെ വിളിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഭാര്യയും ഇഷ്ടമായിട്ടുള്ള ഭർത്താവാണെന്നനുസരിച്ച് സമീപത്തിന്റെ ചെന്ന് ഭർത്താവ് ഇങ്ങനെ വിളിക്കത് കേട്ടല്ലേ. അതൊക്കെ മാറിയോ? കാലത്തിന്റെ മാറ്റം ഒന്ന് വേണമെന്ന് അറിയാനായിട്ട് ഇപ്പൊ ഭാര്യമാര് പേര് വിളിക്കണം. ഭർത്താക്കന്മാരെ പേര് വിളിച്ചാലേ മഹാദേവനാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ചോദിച്ചു നോക്കുമ്പോൾ പേരാണോ വിളിക്കുന്നത് അറിയുന്നത്. മാത്രമല്ല ചില ഭാര്യമാര് ആ ഭർത്താക്കന്മാരുടെ സമീപത്തിന്റെ പടത്തുനിന്ന് കേട്ടാ നിങ്ങളുടെ വിളിക്കുന്നത് തൊട്ട വിളി. പക്ഷേ ഇഷ്ടായിട്ടുള്ള ഭാര്യമാരാവുമ്പോ ഇങ്ങനെ ചില സ്വപ്നങ്ങളാണ് വിളിക്കാൻ. അങ്ങനെ അവരുടെ പുത്രിക്ക് വിവാഹപ്രായമായി കണ്ടാൽ ഭർത്താക്കന്മാരുടെ സമീപത്തിന്റെ അവിടെ ചെന്നത് അതേ അപ്പോഴേ ഇവിടെ ഇങ്ങനെ നെറ്റിങ്ങേറ്റ് എന്താ കാര്യം? എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? നീ വല്ലാണ്ട മാറിക്കണ്ട. ഇപ്പൊ അങ്ങോട്ട് ഉത്സാഹിച്ച് പുറപ്പെട്ടാൽ വലിയ വിഷമമില്ലാതെ അങ്ങോട്ട് കഴിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാൻ തരായൊന്നുമില്ല. അല്ലാണ്ട് വീട്ടിൽ കയറി തുടങ്ങിയോ ആരെങ്കിലും ഒരാളെ സാമാന്യം പോലെ കണ്ടെത്തുക നല്ലതുണ്ടോ? സ്വതേ ആ ഭർത്താക്കന്മാരെ നിർബന്ധിക്കും. അതുകൊണ്ട് അതനുസരിച്ച് ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകളെ പരിചയമുള്ള ആളെ കണ്ടാൽ വരട്ടെ നന്നായി തന്നെ കണ്ടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ച് പുറപ്പെട്ടത് വേറൊന്നുമല്ല. സാമാന്യം പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറിച്ച തരത്തില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണോ? സാമാന്യം പോലെയുള്ള ആളാവണം. എന്റെ കുട്ടി എന്നെ കണ്ടറിയാലോ അവര് കാണാൻ വലിയ തരത്തിലൊന്നുമില്ല. അത് പാടത്തിനുള്ള ആള് വേണം. ഒരേ ഒന്നും വേണ്ട. ഇന്നൊരിക്കലും ആളൊക്കെ എനിക്കറിയാലോ താൻ അതൊരിക്കലും പോണ ആളല്ലേ. ആരെങ്കിലും ഒരാളെ കണ്ടെത്തി വാൻ ജീവിച്ചാൽ കൊള്ളാമെന്ന് മോഹമുണ്ടോ? ഞാൻ ആലോചിക്കാം പറഞ്ഞിട്ടുണ്ടത്. പിന്നെ വിവാഹത്തിന്റെ ആലോചന എടുത്ത് തുടങ്ങിയാൽ ഇനി ആരോ ചെയ്ത് മാത്രമേ പറയൂ. ഒന്നും പറയുന്നില്ല. ആരെ കണ്ടാലോ അന്ന് പറഞ്ഞത് ഓർമ്മയുടെ ആലോചിക്കാം. അങ്ങനെയാണ് വിവാഹത്തിന് അതിന്റെ ഒരു സമ്പ്രദായം. വിവാഹം ആലോചിക്കാനായിട്ട് പുറപ്പെടുമ്പോ പുത്രി ഉണ്ടാവുക കഴിഞ്ഞിട്ടേ വിവാഹത്തിനായിട്ട് ആലോചിക്കാൻ പുറപ്പെടും. ഇവിടെ അതല്ലാണ്ടായത്. പുത്രി ഉണ്ടായിട്ട് തന്നെ അങ്ങനെ പുത്രി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവനെ കണ്ടാൻ വലിയതാണ്. ഗവൺമെന്റ് അതിന്റെ സമ്പ്രദായം എനിക്ക് നന്നായതാണ്. ഒരു കാര്യത്തോട് വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് എനിക്കൊരു ഉണ്ടാവണം. അവനെ ആ വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് ഇനി ആരെങ്കിലും ഒരാൾ ഒഴിക്കോ? പിന്നെ എന്താ പാഞ്ചാല മഹാരാജാവിന് അങ്ങനെ ഒരു മുഖം തോന്നാൻ കാരണം തന്നെ വേറൊന്നുമല്ല. ആ ദ്രോണാചാര്യ പാഞ്ചാലനെ അപമാനിക്കാൻ പുറപ്പെട്ട സമയത്ത് അതിൽ നിന്നും ആ പാഞ്ചാലിനെ രക്ഷിക്കപ്പോഴാണ് എങ്ങനെയാണല്ലേ ഞാൻ പറയാം. ആ ദ്രോണനും പാഞ്ചാലനും ഒരു ലിപിയുടെ കീഴിൽ ഒരേ കാലത്താണെന്ന് വിദ്യാഭ്യാസമൊക്കെ പറയും. ഇന്നത്തെ പോലെ എല്ലാം ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായം എന്താ? പ്രഭാതമായാൽ ശിഷ്യരെല്ലാവരും ഒരു ലിപിനെ അവിടെ ചെന്നാൽ ഗുരുനാഥന്മാരവിടെ അവിടെ വന്ന് സാമാന്യം പോലെ വിദ്യാഭ്യാസം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതില്ല.
ശിഷ്യന്മാരുടെ ഒരു കൂട്ടം കഴിഞ്ഞ് ഗുരുനാഥന്മാരുടെ ഒരു കൂട്ടം കഴിഞ്ഞ് രണ്ടാളും തിരിച്ചു. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് വിദ്യ ഉണ്ടാവില്ല, അഭ്യാസം മാത്രമേ ഉള്ളൂ. തന്നെ അറിഞ്ഞാലാണ് ഓരോരോ അഭ്യാസം. സാമാന്യം പോലെ വിദ്യ ഇല്ലാത്തതാണെങ്കിൽ അഭ്യാസം കഴിഞ്ഞിട്ടേ അന്ന് അങ്ങനെയല്ല. ആ ഗുരുനാഥന്റെ സമീപത്തിൽ അവിടെ ചെന്നിട്ട് വേണം പഠിക്കാനായിട്ട് അഭ്യസിക്കാനായിട്ട്. അങ്ങനെ ആ ഗുരുനാഥൻ സമീപത്തിൽ ഇല്ലാതെയുള്ള ചില സമയമുണ്ടോ? അഭ്യസിക്കുന്ന കാലത്ത് ഗുരുനാഥൻ ചില അനധ്യായ ദിവസമാവില്ല. ഈ വ്യാപാരി കർമ്മങ്ങൾക്കായിട്ടൊക്കെ ഗുരുനാഥൻ പോവുക കഴിഞ്ഞാൽ ഈ ശിഷ്യൻ മാത്രമാവുള്ളൂ. അങ്ങനെ വരുമ്പോ ഇവരെന്താ ചെയ്യുക? ഇവർ ഓരോരോ നേരം പോകും വന്നിരിക്കും. ചിലങ്ങനെ ശിഷ്യന്മാരായ ഓരോരോ നേരമാക്കി എന്താ ഗുരുനാഥൻ ഇല്ലാതെ ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞിരിക്കും. അത് ശിഷ്യന്റെ സ്വഭാവമാണ്. അങ്ങനെ നേരം പോക്ക് പറഞ്ഞിരിക്കുന്ന കൂട്ടത്തില് ദ്രോണൻ ഇടയ്ക്കിടയ്ക്ക് തന്റെ ഇന്നത്തെ ദാരിദ്ര്യത്തിന്റെ കഥ ആചാര്യോട് പറയുന്നത്. ആചാര്യൻ എന്റെ ഇന്നത്തെ കഥയൊക്കെ നിശ്ചയമുണ്ടോ? മാറ്റി യോഗ്യനായിട്ടുള്ള ആളല്ലേ, ആരാചാര്യന്റെ മുതിർന്നാണെന്ന്. അങ്ങനെയുള്ള അങ്ങേക്ക് എന്റെ ഇന്നത്തെ കഥ നിശ്ചയമുണ്ടോ? ഇതൊന്നും അല്ലേ ഭക്ഷണം കഴിക്കാൻ പോലും എല്ലാ വേണ്ടി നിശ്ചയിക്കാറിയുന്നത്. നമ്മുടെ ദാരിദ്ര്യം ഇല്ലാ കഴിയുന്നത്. ഇവയ്ക്കൊക്കെ ഈ ദാരിദ്ര്യത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ അത് പറഞ്ഞപ്പോട്ടെ എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത്? എനിക്ക് ദുഃഖിക്കലൊന്നും വേണ്ട. നിൽക്കുമ്പോ ദ്രവ്യോദ്യാതന്റെ ബുദ്ധിമുട്ടല്ലേ, ഈ ദുഃഖിക്കൊന്നും വേണ്ട. എന്താ നമ്മുടെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ച രാജധാനികൾ അവിടെ ചെന്നാൽ അടുത്ത രാജ്യാവകാശി ഞാനാ. അങ്ങനെ ഭരണം എനിക്ക് കിട്ടിയാൽ ഞാൻ എന്താ നീക്കി തരാം. ഇതിപ്പോ എല്ലാവരും പറയുന്നത് കാര്യമല്ലേ? ഭരണം കിട്ടിയാൽ എല്ലാം നീക്കി തരാം. കുറച്ച് കാലം മുമ്പ് പറയുകയുണ്ടായി. അതല്ലാതെ എല്ലാം ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒന്ന് പുറത്തോട്ട് പൂവുണ്ടായത്. കാര്യം നീക്കാക്കലൊന്നും നടക്കാം. നോക്കിയാൽ തന്നെ അറിയാം നെയ്യാക്കുന്നതിന്റെ ഗുണമേ. മാത്രല്ല ആരുടെ കാര്യം ശരിയാവണില്ല അങ്ങനെ വിചാരിക്കണ്ട. അവരവരുടെ കാര്യമൊക്കെ സുഖമുള്ളത് അറിയാം. അവർക്ക് ഇത്ര കാലമേ ഉള്ളൂ. ഉള്ള കാലം അവരവരുടെ കാര്യമെങ്കിലും സുഖമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണെന്ന് തോന്നുന്നു. അവരുടെ പ്രവൃത്തി കണ്ടാൽ അങ്ങനെ അങ്ങ് പറയുന്നു എന്നല്ലാതെ മറ്റുള്ളവരുടെ വാക്കിനെ പോലെ എന്റെ വാക്കിനെ കണ്ടാക്കണ്ട. എനിക്ക് ആ രാജ്യം കിട്ടിയാൽ ആധിരാജ്യത്തിന്റെ പകുതി എന്തിനാ ഇത് ദുഃഖിക്കണ്ട? എനിക്ക് ആ രാജ്യത്തിന്റെ പകുതി തരുന്നത് എന്ന് ആ പഠിക്കണ കാലത്ത് പഠനം അറിയില്ലായിരുന്നു. ദ്രോണാചാര്യ അത്ര ഉണ്ടാക്കിയ പാഞ്ചാലനാരാ മഹാരാജാവിന്റെ പുത്രനാണ്. ഭരിക്കണ ആളുകളുടെ പുത്രന്മാരാകുമ്പോ പലതും പല സമയത്തും പറഞ്ഞില്ല. അതിനെയൊക്കെ അടിസ്ഥാനമാക്കി നല്ല നീതി അറിയാമെങ്കിലും ഉദ്ദേശിച്ചത്. അങ്ങനെ അവരുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ദ്രോണൻ ഇല്ലത്ത് വന്ന് അധികം അമാന്തിക്കാതെയുണ്ട് വിവാഹമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു കണക്കാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അപ്പ വിവാഹം വന്നാൽ എല്ലാവരും വിവാഹത്തിന് പ്രായമായിട്ട് വിവാഹം ചെയ്യില്ല. ഇപ്പൊ അതുകൊണ്ടാണ് അധികം ഏകദേശം അറിയുന്നത്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? വിദ്യാഭ്യാസം അല്ലാണ്ട് മാറ്റിക്കാലോ. ഇപ്പൊ തന്നെ ആലോചിച്ച് തുടങ്ങി. സാമാന്യം പോലും ഇതിനെ നടാമെങ്കിൽ ഇപ്പൊ ആലോചിച്ച് തുടങ്ങി. ഞാൻ പറയുക തുടങ്ങിയപ്പോ അത് വലിയ പതിവുണ്ട്. ദ്രോണൻ ഇല്ലത്തോന്ന് അധികം മാറ്റിക്കാത്ത വിവാഹം കഴിഞ്ഞു. അപ്പോഴും ഈ ദാരിദ്ര്യത്തിന് ഒരു കുറവില്ല. നമ്മ ദാരിദ്ര്യമായിട്ട് അറിയണതേ. ദാരിദ്ര്യമുള്ള രീതിയിൽ ഒരു കാര്യത്തിന് മാത്രം ക്ഷാമം ഉണ്ടാവില്ല. ബാക്കി സകല കാര്യങ്ങൾക്കും ക്ഷാമവും ഒരു കാര്യത്തിനും ക്ഷാമം ഉണ്ടാവില്ല. എന്താണല്ലേ? സമ്പതി എവിടെ വേണമെങ്കിലും ഒരു നമ്മ ദാരിദ്ര്യത്തിൽ സമ്പതിക്ക് ഒരു ക്ഷാമമല്ല. ദ്രോണൻ ആ ക്ലാങ്ങളോട് പതിയോട് കൂടിയിട്ട് നമ്മ ദാരിദ്ര്യമായിട്ടാ വീണത്. ദാരിദ്ര്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോ ദ്രോണന്റെ പത്നി വേറൊരു സമീപത്തിൽ അവിടെ വന്ന് അതേ അപ്പോഴേ ഇവിടെ അടിക്ക് കഴിയുമ്പോൾ ഇരുന്നാൽ മതിയോ? ഇങ്ങനെ ഒന്ന് ഇവിടെ ഇരുന്നാൽ എത്ര കഥ ഉണ്ടാകും ശരിക്കും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ?
ഇവിടെ സാമാന്യ ഭക്ഷണം കൊടുക്കാൻ പോലും എന്താ വേണ്ടി വിഷയില്ലാതെയുണ്ടായത്. ഇങ്ങനെ അത് കഴിക്കാൻ പുറപ്പെട്ടാൽ എങ്ങനെയാണ് സാമാന്യപോലെ ഭക്ഷണം തന്നെ കൊടുക്കാനില്ല. നമ്മ ക്ഷീണിച്ചു വശമായിരുന്നു. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിയാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കാവുന്നത്? അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? അന്ന് ഇതിന് മുമ്പ് പറയുണ്ടായില്ലേ, അങ്ങും മഹാരാജാവും ഒരുമിച്ചാണ് വിദ്യാഭ്യസിച്ചിരുന്നതും അങ്ങ് അഭ്യസിക്കുന്ന കാലത്ത് ആഭിരാജ്യത്തിന്റെ പകുതി തരാൻ അദ്ദേഹം പറയുണ്ടായില്ലേ. എന്താ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്രയാവും ഓർമ്മശക്തി കാണില്ല. അത് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞെങ്കിൽ മക്കൾ എന്തെങ്കിലും അല്ലെങ്കിൽ ആരോഗ്യ പഠിക്കുന്ന കാലത്തെ കഥ എപ്പോഴോ ഒരു നേരം പോക്ക് പോലെ അദ്ദേഹം പറയണ്ടായി. അത് ഓർത്ത് വെച്ച് ചോദിക്കേണ്ടായത് യവനെ അമ്മ അങ്ങനെ അദ്ദേഹം പറഞ്ഞല്ലാതെ അതിനെ അടിസ്ഥാനമാക്കി പുറപ്പെടാൻ അത് നല്ല വിദ്യയില്ല. ഞാൻ ഇപ്പോ രാജ്യം വേണമെന്ന് മോഹിച്ചിട്ടൊന്നുമല്ല പറയുന്നത്. അങ്ങ് ഇത്രയായാലും യോഗ്യനായിട്ടുള്ള അന്നല്ലേ. അങ്ങനെയുള്ള അന്ന് ആ മഹാരാജാവിനെ ചെന്ന് മുഖം കാണിച്ചാൽ ഒരു പശുരാനെയും ഇല്ല. അങ്ങനെ ഒരു പശുവിനെ കിട്ടിയാൽ അതിന്റെ പാലെടുത്ത് കുട്ടി കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാനില്ല. പശുവിനെ കിട്ടിയാൽ അതിന്റെ പാലെടുത്ത് കുട്ടി കൊടുക്കാൻ പാല് കുടിക്കാറുള്ളതല്ലെങ്കിൽ ചർച്ച ക്ഷീണിച്ചായിരിക്കുന്നു. ചമ്മാനി പോലെ പാല് കുടിക്കില്ലേ? പാല് കുടിച്ചാൽ ശരീരത്തിന് ഓജസ്സുണ്ടാവും. ചമ്മാനി പോലെയുള്ള പാലാണോ? ഇപ്പൊ പാലെന്ന് പറഞ്ഞൊരു സാധനം അതാക്കി തന്നാൽ അകത്തുള്ള പുറത്തേക്ക് ഇങ്ങോട്ട് വരും. അതായത് പോരാ നല്ല പശുപാലെ അതൊക്കെ ശരീരത്തിന് ഓജസ്സുണ്ടാവും. ഒരു പശുവിനെ കിട്ടിയാൽ അതിന്റെ പാലെടുത്ത് കുട്ടിക്ക് കൊടുക്കാലോ. അത് വേണോ? അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആ സമയത്തെല്ലാം വേണ്ടു അവിടെ നിന്ന് ചെന്ന് മുഖം കാണിക്കാനായിട്ട് ഒന്ന് പോകരുതേ എന്ന് പറയുന്നു. ആ ഭാര്യയുടെ ബന്ധം സഹിക്കാൻ വയ്യാതെ ദ്രോണാചാര്യന് പാഞ്ചാലിനെ കാണാനായിട്ട് അങ്ങോട്ട് പുറത്തു. എന്താ ദ്രോണാചാര്യ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ വന്നാൽ ആരായാലും ചാടി പുറത്തു. ഇവിടെ ദ്രോണാചാര്യ പാഞ്ചാലിനെ കാണാനായിട്ട് ആചാര്യകളെ അവർ പുറത്തു. ആ സമയത്ത് പാഞ്ചാല മഹാരാജാവിന്റെ അവസ്ഥ എന്താണ്? ആ പാഞ്ചാല രാജധാനിയുടെ മാളികയുടെ മുകളില് സിംഹാസനത്തിന്റെ സ്വസ്ഥനായിട്ട് അവിടെ ഇരിക്കുന്ന സമയമാണ്. അങ്ങനെ ഈ മുകളിൽ ഇരിക്കുകൊണ്ട് നമ്മ ദൂരത്തിൽ നിന്നും കാണാൻ തരാം ഈ ദ്രോണന്റെ വരവ്. ആ വരവ് അങ്ങനെ കണ്ടപ്പോഴാണ് ദ്രോണനാണല്ലോ പറഞ്ഞത്. രാജ്യം ചോദിക്കാണോ വരവാ എന്താണെന്നറിയാം. ഓർമ്മശക്തി സംഭവിച്ചുകൊണ്ടിരുന്നില്ല. എനിക്ക് പഠിക്കണ കാലത്ത് പമത രാജ്യം കൊടുക്കാതെ അത് അതൊക്കെ ചോദിക്കാനുള്ള വരവാണ്. അത് ഇവിടെ എത്തിക്കാനേ ഉള്ളൂ. ഇനി വന്ന് കണ്ട് ചോദിച്ചാൽ കൊടുക്കാണ്ടിരിക്കാന്ന് പറ്റില്ല. വാക്ക് പറഞ്ഞാൽ രാജ്യം കൊടുക്കാതെ അത് കണ്ടാലും കണ്ടാലേക്കില്ല ചോദിച്ചാലേ കൊടുക്കുള്ളൂ. അഭിയാസത്തിന്റെ ഒഴുമിയുള്ളൂ. അത് ഇങ്ങനെ വീണ്ടും കാവക്കാരൻ ഒരു കാര്യമാണോ? കുറച്ച് നേരത്തേക്ക് ഒരാളെയും കടത്തി വിടുന്നത് ഞാൻ പറയണം. ഓ കാവക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദ്രോണാചാര്യ ഈ കഥ ഒന്നും അറിയില്ല. അദ്ദേഹം ആ നടന്നു തന്ന മാളികയുടെ ചോട്ട അവിടെ എത്തി. മാളികയുടെ മുകളിലുള്ള മഹാരാജാവ് അങ്ങോട്ട് പുറപ്പെടാന്ന് വെച്ചിട്ട് മാളികയുടെ മുകളിലേക്ക് കയറാൻ പുറപ്പെടുള്ളൂ. കയറാൻ പുറപ്പെട്ടപ്പോഴാണ് കാവക്കാരും എങ്ങടായി പോണത്? അങ്ങനെ പോകാനില്ല. ഇങ്ങോട്ട് പോകുള്ളൂ. ഒരാളെ കടത്തിണ്ടാണ് കൽപ്പന ഇപ്പൊ പോകാൻ പറ്റില്ല. അപ്പോ എന്ന് പറഞ്ഞ് ദ്രോണാചാര്യ കാവക്കാരൻ നിന്ന് ദ്രോണാചാര്യ ഒന്ന് തിരിച്ചു. ഞാനും മഹാരാജാവും സുഹൃത്തുക്കളാണെന്നുള്ള കഥ ഈ കാവക്കാർക്ക് വിഷയമാവില്ല. നിങ്ങൾ സഖാക്കളാണ്. സഖാവിനെ കാണുമ്പോ വേറൊരാളുടെ ഭാവൊന്നും വേണ്ട. നേരിട്ട് ഒരു മഹാരാജാവിനെ നേരിട്ട് ചെന്ന് കണ്ടാൽ ഒന്നും ഉണ്ടാവില്ല. ശരി കാവക്കാർ പറഞ്ഞത് ഉണ്ടാകാതെ അത് കണ്ടപ്പോ കാവക്കാർക്ക് തീരെ സുഖമില്ല. സ്വതേ കാവക്കാരെന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രവൃത്തിക്കും കൊള്ളില്ല എന്നുള്ളതായാൽ ഒരു കാര്യമില്ല.
അവൻ കാവലിൽ കിടന്നോട്ടോ, അവനെ കൊണ്ട് അതേ തരവും അങ്ങനെ പറയുകയാണ്. മാത്രമല്ല അവർക്ക് ശുദ്ധിയില്ലോ പണ്ട് കൂട്ടാക്കാതെയും തന്നെ പോകണം. ആഹാ പറഞ്ഞു കൂട്ടാക്കാതെ പോയി ഞാൻ പറയാൻ കഴിയും അങ്ങനെ പോകുന്നത് നെയ്ക്കായി തരാമെന്ന് പറഞ്ഞ് ഊട്ടി അങ്ങോട്ട് ചെന്ന് കാവക്കാരുടെ ബന്ധുവിന്റെ കഴുത്തിൽ പിടിച്ച് കൊടുത്തു ഒരു പറഞ്ഞു. ഏകദേശം മുകളിൽ കൂടെ കാണായിട്ടേ അവിടെ ഉരുണ്ടുപെട്ട് ചടപെട്ട മണ്ണടിച്ചത് വീണു മാത്രമല്ല കുറച്ച് നേരത്തേക്ക് ബോധം തന്നെ കഴിയില്ല. കഷ്ടിച്ച് ബോധം വന്ന് എഴുതിയിട്ട് നോക്കിയപ്പോ തന്നെയോ ഞാൻ ഇങ്ങനെ കിടക്കുക. തലവിയുടെ മഹാരാജാവിനെ കാണാനായിട്ട് വന്ന ആളാണ്. ആ ദ്രോണാചാര്യരാണ് ഇപ്പൊ മറിഞ്ഞടിച്ച് നിരത്തി കിടന്നത്. അദ്ദേഹത്തിന് എന്താ വേണ്ടെന്ന് ശരിയാകട്ടെ. നമ്മ വിഷമിച്ചു. അവിടുന്ന് കിടത്തൊന്ന് എഴുന്നേറ്റു. എഴുന്നേറ്റ് ഇപ്പൊ ഇവിടെ നിന്നിട്ട് കഴിഞ്ഞില്ലോ, തിരിച്ച് ഇതിലേക്ക് പുറപ്പെട്ട് പോവുക എന്ന് നിശ്ചയിച്ച് നോക്കിയപ്പോഴാണ് അല്ല ഇതൊക്കെ ഇങ്ങനെയായി. നല്ല ആളാ, ഇവനാണെങ്കിൽ നല്ല വരും. ആ വീണതോട് കൂടി കയ്യോ അങ്ങനെ പോലെ ഉണ്ടായതാ. അപ്പൊ അതല്ല പ്രയോഗം കിട്ടിയേ ഒരു നല്ല ആട്ടം. ഇവനാണെങ്കിൽ നല്ല വരും. സാമാന്യം പോലെ ഉണ്ടായിട്ട് എത്രയാ കഴിച്ചിങ്ങനെ കണക്കിലേക്ക് ഇതിങ്ങനെ ഉണ്ടായിട്ട് തന്നെ ഒഴിച്ചോളൂ. എന്നാ പിന്നെ ഇങ്ങനെയായിരുന്ന കഥ ഇവൻ ഇതാണ് ഈ പ്രയോഗം. ഇവൻ നല്ല ആൾക്കാണ്. ഇവനെ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? എന്താ ഇവൻ അങ്ങടില്ല, ഇവൻ ആവശ്യമില്ലാത്ത ദിക്കിലേക്കായി പോകുന്നത്. വെളിയിൽ ഇവൻ അങ്ങോട്ട് കൊണ്ടവനാണ്. ഇവൻ അങ്ങോട്ട് എവ പോട്ടേക്കാണ്. ഇവന് നല്ല ബലവും ഇവന് നല്ല തളർച്ചയും. വളർന്ന് നല്ല തളർച്ചയാണ്. എവിടെയാണെങ്കിൽ നല്ല ബലവും. ഇടതുമേലോട് ഒരുമിച്ച് പോകാനുള്ളതില്ല. ഇതൊക്കെ നേരിയായിട്ടൊരു കാര്യം ഉണ്ടാവും, അത് ശരിയാണ്. എന്നാൽ ഇപ്പോ ഒരു കൈ സ്വാധീനമായിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കൈയിന്റെ ശക്തി ഉപയോഗിച്ച് മറ്റേ കൈപ്പത്തി മുഴുകാൻ ശ്രമിക്കായിരുന്നു. കൈപ്പത്തിയുടെ കഥയിൽ ഇപ്പോഴും വരുന്നില്ല, ഇപ്പോഴും ചൂട്ടാ കിടക്കുന്നത്. എന്താ സ്വാധീനം ലോകമായി മുകളിലേക്ക് വരാമെന്നത് നാല് പേർക്ക് ഇടപെട്ടില്ലേ? ഇപ്പൊ പുറത്തേക്കും ഇവനകത്തേക്കും അങ്ങനെ നോക്കാം. ഇവനാണെങ്കിൽ നല്ല വരും, ഇവനാണെങ്കിൽ തളർച്ചയും. ഇപ്പോ ഇത് വിചാരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അവിടെ നിൽക്കലേ ഉണ്ടാവും, തിരിച്ചില്ലത്തേക്ക് പുറപ്പെട എന്ന് നിശ്ചയിച്ച് നടക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ആരും തന്നില്ലാതെ കഴിയുന്നത്. ഭക്തിയുടെ വാക്ക് കേട്ട് ഓരോന്ന് ചാടി പുറപ്പെട്ടതാണ്. എന്നാൽ ഇവന്റെ ഈ പോക്ക് കുറച്ചും കൂടി അകത്തേക്ക് പോയില്ലെങ്കിൽ ഒരു കാര്യം സുഖമായിരുന്നു. അത്ര പോരാ, കുറച്ചും കൂടെ ചെല്ലണം. ഇങ്ങോട്ട് പോവാറുണ്ട് അങ്ങോട്ട് പോയതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് ശരി. എന്നാൽ തന്നെ എത്ര പോരാ, കുറച്ചും കൂടെ അങ്ങ് പോകണം. നീ പറഞ്ഞിട്ട് തിരിച്ചു പോവാ, വിഷമിച്ച് തിരിച്ചു പോകാല്ലേ. ഇങ്ങനൊന്നും ആലോചിക്കട്ടെ. ഐശ്വര്യാലയ ഭക്തിയുടെ വാക്ക് കേട്ട് പുറപ്പെട്ടില്ലേ മനസ്സിലാക്കൂ. പലതും പല സമയത്തും പറഞ്ഞു ഒരു ഐശ്വര്യാലയുടെ അതൊക്കെ കേട്ട് ചാടി പുറപ്പെട്ടാക്കാൻ ഞാൻ പറയാം. അർത്ഥം ഞാൻ പറയാം. നന്നാ വിഷമിച്ചാലേ ദ്രോണാചാര്യ ആ സമയത്ത് ഈ ദ്രോണിന്റെ പത്നി അദ്ദേഹം പോയിട്ടും വരണ്ട സമയമായിട്ടും കാണാതെ പോകുമ്പോൾ ആ പടിപ്പുരയുടെ അവിടെ വന്ന് കാണിക്കുക. സ്വതേ ഭാര്യമാരങ്ങനെയാണ്. ഈ ഭർത്താക്കന്മാർ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ ഭർത്താവ് തിരിച്ചു വരേണ്ട ഒരു അനുഭവം ഉണ്ടാവും. അത് തന്നെ ഭാര്യമാർ കുറച്ചും കൂടെ മനസ്സിലാക്കും. എപ്പോ ആ ഭർത്താക്കന്മാര് സുഹൃത്തുക്കളുടെ സമീപത്തിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാക്കും. അവർക്കറിയാം ഒരു കൂട്ടം സുഖത്തിന് വേണ്ടിയിട്ടായി പോകണമെന്ന് നല്ല വിഷയമുള്ളൂ. അങ്ങനെ ആകുമ്പോ ആ ഭർത്താവ് വരുന്നത് തിരിച്ച് അവിടെ കാത്തു നിൽക്കും. അതിന്റെ അത് ഞാൻ പറഞ്ഞേ ഭാര്യമാരുടെ സ്വഭാവ. ഇവിടെ ദ്രോണം കൂട്ടി വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു, എന്നിട്ടും കാണാതെ വന്നപ്പോ ആ പടിപ്പുരയുടെ അവിടെ കാത്തു നിൽക്കുക. എന്തൊക്കെയാണോ പോയിട്ടും വരണ്ട സമയമൊക്കെ ആയിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് പോയി അവിടത്തെ സുഖങ്ങളൊക്കെ ആയപ്പോ അവിടെ ഒരു സുഖമില്ല. അവിടെ രാധാനിക്ക് പരമാനന്ദ
എന്റെ സ്ഥലം അന്ന് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് എന്ന് വിചാരിച്ച് ഓടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ദ്രോണാചാര്യൻ വരണത് കണ്ടത്. വരണത് കണ്ടപ്പോഴാ അല്ല വരുന്നുണ്ട് എന്താ അങ്ങോട്ട് പോയ പോലെ ഈ വരണത് കയ്യും കാര്യങ്ങളൊക്കെ എന്തോ വലിയതായി സംഭവിച്ചിട്ടുണ്ടല്ലോ. സാമാന്യം പോലെ നടക്കാൻ പോലും തരാറില്ല. എന്താ സംഭവിച്ചത്? ഇവ ദാനം കിട്ടിയ പശു ചവിട്ട് തൊഴിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇത് അങ്ങനെയാണ്. സ്വതേ ദാനം കൊടുക്കുമ്പോ നല്ലതൊന്നും കൊടുക്കില്ലല്ലോ. പറയുമ്പോ പറയും ഇത് ദാനം കൊടുക്കുന്നു നല്ലതൊന്നും കൊടുക്കില്ല. ഈ ചവിട്ടും തുണിയോ വഹിക്കാവും കൊടുക്കുക. ഇത് അതിനെ തിരിച്ചു വലിക്കാൻ പുറപ്പെട്ട എന്തെങ്കിലും സംഭവിക്കാവോ? എന്താ സംഭവിച്ചോ എന്താണെന്നറിയാൻ ശരി ഓടി സമീപത്തിൽ അവിടെ എന്താ സംഭവിക്കേണ്ടായത്? അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ അതിനെ പിടിച്ചു വലിക്കുന്ന വല്ല കാര്യമുണ്ടോ? ഇവിടെ ഒന്ന് ആരെങ്കിലും കൂട്ടി കൊണ്ടുപോയി ആ പശുവിനെ അടിച്ചു കൊണ്ടുവന്ന് അവിടെ നിന്ന് കൊണ്ടാ പോലെ എന്തിനാ അതിനെ പിടിച്ചു വലിക്കാൻ പുറപ്പെട്ടത്? ബിബിന്റെ കഥ ഈ പറയുന്നത് ദാനം കിട്ടിയ പശു ചവിട്ട് തുഴിക്ക് എന്താ ചെയ്യുന്നത്? ദാനം കിട്ടിയ പശു ഒന്നല്ല ഉണ്ടായത്. കാണാൻ പോലും കൂട്ടാകാതെ കണ്ട് അപമാനിച്ച് പറഞ്ഞിരിക്കുകയുണ്ടായത്. അങ്ങനെയല്ലോ പറയുണ്ടായത്. ആധിരാജ്യത്തിന്റെ പദ്ധതി തരാമെന്നല്ലേ അദ്ദേഹം പറയുണ്ടായത്. അതെ, എന്നിട്ട് അങ്ങനെയാണോ അദ്ദേഹം പ്രവർത്തിച്ചത്? ആണോന്ന് ചോദിച്ചാൽ തീരുവങ്ങളല്ലാന്ന് പറയാൻ തരാവില്ല. അവിടെ എന്താ അദ്ദേഹം പറഞ്ഞതെന്നാൽ ആധിരാജ്യത്തിന്റെ പദ്ധതി തരാമെന്നാ പറയുണ്ടായത്. ആധിരാജ്യത്തിന്റെ ആദ്യത്തെ പദ്ധതി എന്താ? ആദി ഇത് വലിയൊരു ആദ്യം വരാണ്ട് ഈ രണ്ടാമത്തെ പദ്ധതി രാജ്യം. അതെന്താ പറഞ്ഞ വാക്ക് മാറ്റിയത് പറയാൻ തരാവില്ല. ആദിരാജ്യത്തിന്റെ ആദ്യത്തെ പദ്ധതി ആചരിക്കുന്നത് വന്നിട്ട് രണ്ടാമത്തെ പദ്ധതി രാജ്യം എടുത്തിട്ട് പറഞ്ഞ വാക്ക് മാറ്റിയത് പറയാൻ തരാവില്ല. എന്തെങ്കിലും ഒരിക്കൽ എന്നെ ഇങ്ങനെ അപമാനിച്ചതിന് ഞാൻ പ്രതികാരം ചെയ്യും അന്ന് ദ്രോണാചാര്യ മനസ്സിലുണ്ടാക്കി. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ദ്രോണാചാര്യ ആ പാണ്ഡവരെ കൗരവരെ ആയുധാഭ്യാസം ചെയ്യിക്കാനായിട്ട് എഴുതുന്നത്. അങ്ങനെ ആ ശിഷ്യന്മാരെല്ലാവരും ആയുധാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോ ഗുരുനാഥന്റെ സമീപത്തിലേക്ക് ഒരുമിച്ച് കൊടുക്കും. എല്ലാവരും പാണ്ഡവര് അവരെന്താവും? അതുപോലെ ദുര്യോധനൻ, ദുശ്ശാസനൻ, ദുർമുഖൻ, ദുർജയൻ തുടങ്ങിയുള്ള സകല കൗരവരും എല്ലാവരും ഒരുമിച്ച് ദ്രോണാചാര്യ സമീപത്തിൽ അവിടെ ചെന്നത് മാത്രമല്ല ഗുരുനാഥൻ ഞങ്ങൾ ശിഷ്യന്റെ വിദ്യാഭ്യാസമൊക്കെ കഴിയുന്നാണല്ലോ എന്ന് പറയുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ശിഷ്യന്മാരെല്ലാവരും കൂടി അങ്ങേക്ക് ഒരു വിദക്ഷണ ചെയ്താൽ കൊള്ളാമെന്ന് ചോദിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്താൽ കൊള്ളാമെന്ന് ചോദിച്ചിട്ട് ചോദിക്കാം. എന്തെങ്കിലും ആഗ്രഹമില്ല വീട്ടില്ല ശിഷ്യര് ദക്ഷിണയും വേണ്ട. നിങ്ങളെ പോലെ സമർത്ഥന്മാരായിട്ടുള്ള ശിഷ്യരെ ആയുധാഭ്യാസം ചെയ്യിക്കാൻ സാധിച്ചില്ലേ? അത് മതി. ഗുരുനാഥ ഒരു കാര്യം ഞങ്ങൾ ധരിച്ചിട്ടുള്ളത് ഏത് വിദ്യ അഭ്യസിച്ചാലും വേണ്ടില്ല അഭ്യസിപ്പിച്ച ഗുരുവിന് ഗുരുദക്ഷിണ ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് ഫലം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ധരിച്ചത്. ഗുരുദക്ഷിണ വേണമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് അങ്ങേക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അറിയിച്ചാൽ അത് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടും ചോദിക്കുകയാണ്. എന്തെങ്കിലും ആഗ്രഹം ഞാൻ അറിയിച്ചത് അറിയിക്കില്ല. ഈശ്വര് ഇത് അത്ര നിർബന്ധമാണോ? അതിന് അത്ര നിർബന്ധമാണോ? ഗുരുനാഥൻ അങ്ങനെ വേണം അങ്ങ് പോയോ വേറൊന്നുമല്ല വേണ്ടത്. ആ പാഞ്ചാല മഹാരാജാവിനെ പിടിച്ചു കെട്ടി എന്റെ കാൽക്കൽ പോകണം എന്നാണ് ദ്രോണാചാര്യ പറയുണ്ടായത്. അത് കേൾക്കേണ്ട താമസം കൗരവർ ചാടി പുറപ്പെട്ടു. ആദ്യം പുറപ്പെട്ടയാളാണ് ദുര്യോധനാണ് ആദ്യം പുറപ്പെട്ടത്. പിന്നാലെ അനവധി ഉണ്ടല്ലോ ആണോ ദുശ്ശാസനൻ, ദുർമുഖൻ, ദുർജയൻ തുടങ്ങിയിരിക്കുന്ന സകല കൗരവരും ദുര്യോധന്റെ പിന്നാലെ പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് ആ കൗരവരെ കൊണ്ട് പാഞ്ചാല മഹാരാജാവിനെ ജയിക്കാൻ സാധിച്ചിട്ടില്ല. പാഞ്ചാല മഹാരാജാവ് അവരെ പരാജിതന്മാരാക്കി തിരിച്ചു തന്നു. പിന്നെ പുറപ്പെട്ടാണ് അർജുനാണ് പിന്നെ പുറപ്പെട്ടത്. ആ പാണ്ഡവരോട് ഒരുമിച്ച് അർജുനൻ പുറപ്പെട്ട് പാഞ്ചാല മഹാരാജാവിനെ ജയിച്ച് തിരിച്ചു കെട്ടി തന്റെ ദ്രോണാചാര്യ കാലത്തില് തന്റെ കാലത്തില് പാഞ്ചാലിനെ വിട്ട് കണ്ടതോടുകൂടി ദ്രോണാചാര്യക്ക് ഉണ്ടായൊരു സന്തോഷം. ഈശ്വര നിങ്ങളെ ആരാ അദ്ദേഹത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരേണ്ടായിട്ടുള്ളത്? എന്നായിട്ടോ
അത് കേട്ടപ്പോ ആ ദുര്യോധനൻ സമീപത്തിൽ നിന്നിട്ടുണ്ട്. അർജുനൻ ഇത് പറഞ്ഞു കേൾക്കാൻ നല്ല വിഷമം ദുര്യോധനെ വേഗം ഒരു കൗശലം അങ്ങനെ ഒരാളൊന്നുമല്ല, എല്ലാവരും കൂടിയാ പിടിച്ചു കെട്ടുണ്ടായിട്ടുള്ളത്. ആരാ ജയിച്ചതെന്നല്ല ചോദിച്ചത്, ആരാ പിടിച്ചു കെട്ടാൻ നോക്കട്ടെ. പിടിച്ചു കെട്ടേണ്ടായത് ആരാന്നാ ചോദിച്ചത്. പിടിച്ചു കെട്ടാൻ പല ആളും കൂടിയതുണ്ട്. ദ്രോണാചാര്യർക്ക് അറിയായികയല്ല, അർജുനൻ വിചാരിച്ചാൽ അർജുനെ കൊണ്ടേ സാധിക്കും എന്നുള്ളത് ദ്രോണാചാര്യർക്ക് അറിയാം. പക്ഷേ കഴിയാം. ആരെങ്കിലും ഒരാളാണ് ഒരു കാര്യത്തിനായിട്ട് പോകുക. അങ്ങനെ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നാലെ പിടിച്ചു കെട്ടാൻ പുറപ്പെട്ടപ്പോ പല ആളും പിന്നാലെ പിടിച്ചു കെട്ടാൻ നോക്കിയിട്ടോ. ദൈവം കൊണ്ട് അറിയുന്നില്ല, അർജുനന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചത് ചെയ്ത കൗശല അറിയില്ല. അങ്ങനെ പുറത്തേക്ക് ഭാഗ്യമുണ്ടായില്ല. അങ്ങനെ ശിഷ്യരോട് എനിക്ക് ആ സന്തോഷം എത്രയാണ് ഉണ്ടായതെന്ന് പറഞ്ഞറിയാൻ തരാൻ വയ്യാത്തതുകൊണ്ടാണ് വളരെ സന്തോഷമായിരുന്നു. മാത്രമല്ല ശിഷ്യര് ജൈഭവാന്ന് അവരെ ഗ്രഹിച്ചു. അതിന്റെ ശേഷം തന്റെ കാൽക്കൽ കിടക്കുന്ന പാഞ്ചാലിനെ ഒന്നങ്ങനെ നോക്കിയിട്ടുള്ളത് കഥ. അങ്ങെന്താ അവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നത്? ഞാൻ അങ്ങേ കാണാനായിട്ട് വന്നപ്പോ കാണാൻ പോലും കൂട്ടാക്കാതെ അപമാനിച്ച് പറയുകയുണ്ടായത്. അന്ന് അങ്ങയുടെ പ്രതാപമാണ് എന്നോട് കാണിച്ചത്. എവിടെ പോയി ആ പ്രതാപമൊക്കെ എന്ന് ചോദിക്കല്ല, തന്നെ അപമാനിച്ച കഥ ഇങ്ങോട്ട് അയച്ചത് ദേഷ്യം ശ്രദ്ധിക്കുക. ആ തന്റെ കാൽക്കൽ കിടക്കുന്ന പാഞ്ചാലിന്റെ ശേഷത്തിൽ ചവിട്ടാനായിട്ട് കാലം ഉയർത്തിയോ. കാലം ഉയർത്തിയപ്പോ അപ്പ ഊരി അർജുനൻ വാള പറയുന്നത്. അർജുന, നീ എന്തിനുള്ള പുറത്താടാ? ഇന്നാ അങ്ങയുടെ കാല് വെട്ടാൻ. അർജുന, നീ എന്റെ കാല് വെട്ട്. അതെ അർജുന, ഞാൻ നിന്റെ ഗുരുവല്ലേ? അതെ, അതുകൊണ്ടാ വെട്ടണത്. അർജുന, ഗുരുനാഥന്റെ കാല് വെട്ടാമോ? വെട്ടാൻ. ഒരു വിധം ശിഷ്യന്മാരൊക്കെ ഗുരുനാഥന്മാരുടെ കാല് വെട്ടും. അർജുന, നീയെ എന്റെ പ്രിയ ശിഷ്യനല്ലേ, അങ്ങനെയുള്ള നീയെ എന്റെ കാല് വെട്ടാൻ പുറപ്പെട്. അതെ, എന്താണ് അങ്ങനെയല്ലേ എന്നെ അഭ്യസിപ്പിച്ചേക്കുന്നത്? എത്ര അപരാധം ചെയ്തിട്ടുള്ള ആളാണെങ്കിലും വേണ്ടിയ കാക്കല് വന്ന് വീണാൽ പിന്നെ ഒന്നും ചെയ്യരുത്. അങ്ങനെയല്ലേ എന്നെ അഭ്യസിപ്പിച്ചേക്കുന്നത്? കാക്കല് വന്ന് കിടക്കുക മാത്രല്ല അഗ്നിയൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കൊണ്ടിട്ടേക്ക. ചവിട്ടിയാൽ ചവിട്ട് കൊള്ളാമെന്നല്ലാണ്ട് തിരിച്ച് അദ്ദേഹത്തെ ഒന്നും പ്രയോഗിക്കാൻ സാധിക്കില്ല. ഞാനാണ് അദ്ദേഹത്തെ പിടിച്ചു കെട്ടി കൊണ്ടിട്ടുള്ളത്. അദ്ദേഹത്തെ ചവിട്ടിയാൽ എന്നെ ചവിട്ടിന് തുല്യ. ഞാൻ ക്ഷത്രിയവംശത്തിൽ ജനിച്ചിട്ടുള്ള ആളാ. അപമാനം ഞാൻ സഹിക്കില്ല. അതുകൊണ്ട് ചവിട്ടിയാൽ വീട്ടും വരുന്നേ. അതുകൊണ്ട് വന്നപ്പോ ദ്രോണാചാര്യ ചവിട്ടാനായിട്ട് ഓടിയ കാല എന്ന് മാത്രല്ല വളരെ സന്തോഷമായി. ഇപ്പോഴുള്ള ഗുരുക്കന്മാരുടെ പോലും അല്ല ദ്രോണാചാര്യ. ഇപ്പോഴുള്ള ഗുരുക്കന്മാരുടെ അവസ്ഥ എന്താണ്? ആ ശിഷ്യര് എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞാൽ നിനക്ക് എന്നോട് ഇത്രയൊക്കെ എനിക്ക് പറയാറായില്ലേ, ഞാൻ നേരെയായി തരാമെന്ന് പറഞ്ഞ് അപ്പ വിട്ടിരിക്കാനായിട്ടേ. അതാണ് അതിനുണ്ടായിട്ടേ. ആ ഗുരുനാഥന്മാരെ ഉദ്ധരിപ്പിക്കാൻ പുറപ്പെട്ട ശിഷ്യര് ആ പ്രാണം കളയുക എന്നുള്ളതായിട്ടുണ്ടായിട്ടുള്ളൂ. ഇല്ലാതേണ്ടതേ ദ്രോണാചാര്യ അതല്ലാണ്ടത്. അങ്ങനെ അപരാധം പ്രവർത്തിക്കാൻ പുറപ്പെട്ടതോ തന്റെ ശിഷ്യൻ അതിൽ നിന്നും തന്നെ നിർമ്മിച്ചു. സന്തോഷാവും. ഇത് മാത്രമല്ല അതിനെ ഭംഗിയായിട്ട് ഞാൻ എന്റെ ദേശത്തിന്റെ ശക്തി കൊണ്ട് അപരാധം പ്രവർത്തിച്ചനെ, നീ എന്നെ അതിൽ നിന്ന് നിർമ്മിച്ചില്ലേ, ജയീഭവ ജയീഭവ ഭംഗിയായിട്ടല്ല നിർമ്മിച്ചു. അമ്മ പാഞ്ചാല മഹാരാജാവിന്റെ ശേഷത്തിൽ ദ്രോണാചാര്യ ചവിട്ടിയേനെ. അപ്പോ അർജുനൻ അവിടെ ഇല്ലായിരുന്നു. അർജുനാണ് പാഞ്ചാല മഹാരാജാവിനെ രക്ഷിക്കേണ്ടായത്. അന്ന് പാഞ്ചാലിന് തോന്നി അർജുനൻ എന്റെ പുത്രനായിരുന്നു. ഈ ആലോചിച്ചപ്പോ പുത്രിയുടെ ഭർത്താവിനെ പുത്രനായിട്ട് കണക്കാക്കാറുണ്ടല്ലോ. തന്നെ കണക്കാക്കണത് നമ്മൾ പറഞ്ഞാൽ എന്നാലും വേണ്ടിയാണ് സ്വയം വഴി വരുന്നത്. അങ്ങനെ ആലോചിച്ച് പാഞ്ചാല മഹാരാജാവ് അർജുനന് വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് ഒരു പുത്രി ഉണ്ടാവണം എന്ന് മോഹിച്ച്
ആ യാഗം ചെയ്ത് യാഗകുണ്ടത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് ഹരി. പാഞ്ചാലിയുടെ വിവാഹം പരീക്ഷ. അതെ, അർജുന് കൊടുക്കേണ്ട കന്യകയാണെങ്കിൽ അർജുന കൊടുത്താൽ പോലെ ഇനി ആദ്യ പരീക്ഷ നടത്തേണ്ട ആവശ്യമുള്ളൂ. ആ ഇവിടെ നിർത്തിയാലായി എന്താ അർജുന് കൊടുക്കണമെന്ന് ഓടിച്ചുണ്ടായ കന്യകയൊക്കെയാണ്. പക്ഷെ അർജുന് കൊടുക്കാൻ തരാവാതെ എന്താ ആ പാണ്ഡവരെയും കുന്തിദേവിയും ദുർബുദ്ധികളായിരിക്കുന്ന കൗരവര് അരക്കില്ലത്തിലേക്ക് ചുട്ടുകൊന്നു എന്നുള്ള കഥ ലോകത്തിന്റെ പ്രസിദ്ധായില്ലേ. വാസ്തവത്തില് പാണ്ഡവന്മാർക്ക് വൈഷമ്യൊന്നും ഉണ്ടായില്ല. പാണ്ഡവന്മാര് മേടിച്ചോട്ടൊന്നുമില്ല. ജനങ്ങൾ ധരിക്കേണ്ടായതാ. എന്താ പാണ്ഡവന്മാര് എന്ന് പറഞ്ഞാൽ ആരാ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തരായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവര് രക്ഷപ്പെട്ടു പോരേണ്ടായിരുന്നു. ഭഗവത് ഭക്തന്മാരെ ആര് തന്നെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചാലും വേണ്ടില്ല, അത് സാധിക്കില്ല. പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്തോത്തമന്മാരായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തനാണോ അവന് നാശം എന്നുള്ളത് ഉണ്ടാവില്ല. മാത്രമല്ല ഐശ്വര്യം എന്നുള്ളത് വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് പാണ്ഡവന്മാരൊന്ന് രക്ഷപ്പെട്ടു പോവുക കഴിഞ്ഞു. പക്ഷേ ജനങ്ങൾ ധരിക്കേണ്ടായതല്ല. പാണ്ഡവരെയും കുന്തിദേവിയും ദുർബുദ്ധികളായിരിക്കുന്ന കൗരവർ ചുട്ടുപോകുന്നു എന്നാണ് ധരിക്കേണ്ടായത്. അതങ്ങനെയാണ് സാധാരണ ആളുകൾ ആ ജനങ്ങൾ എന്താണ് സത്യം അതറിയില്ല. പരമാർത്ഥം എന്താണെന്ന് ജനങ്ങൾ അറിയില്ല. ഇതാണ് പാഞ്ചാല മഹാരാജാവും കേൾക്കേണ്ടായത്. അർജുന്റെ വധ കഴിഞ്ഞു എന്നാണ് പാഞ്ചാല മഹാരാജാവും കേട്ടത്. അതങ്ങോട്ട് കേട്ടപ്പോഴാണ് അർജുന് കൊടുക്കണമെന്ന് മോഹിച്ചുണ്ടായ കന്യകയാണ്. ഇപ്പോ ഈ അർജുന് കൊടുക്കാനായിട്ട് നിശ്ചയിച്ച കന്യകയെ അർജുന് കൊടുക്കാൻ കഴിയില്ല. അർജുന്റെ കഥ കഴിഞ്ഞു. അർജുന് കൊടുക്കണമെന്ന് നിശ്ചയിച്ച കന്യകയെ ആർക്കെങ്കിലും കൊടുക്കാൻ തരുമോ? അർജുനൻ എന്ന് പറഞ്ഞാൽ വീരാഗ്രേസരനായിട്ടുള്ള ആളാണ്. അങ്ങനെ അർജുന് നിശ്ചയിച്ച കന്യകയെ ഇരിക്കണം മാറ്റിയാൽ കൊടുക്കാത്ത കഥ അവിടെ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാൻ മാറ്റിയാണ്. അതേതായില്ല ഈ അർജുന് കൊടുക്കാൻ തരായില്ലെങ്കിലും വേണ്ടില്ല. അർജുനെ പോലെ വീരനായിട്ടുള്ള ഒരാൾക്ക് അതിൽ പരീക്ഷ നടത്തുന്നത് എന്താ പ്രയോജനം? അല്ലെങ്കിൽ ഒരാൾക്ക് വീരനാണോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? ഒരാള് വീരനാണോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? ചോദിക്കാൻ പോകപ്പെട്ട ഒരാൾ സമ്മതിക്കില്ല വീരനല്ലാണ്. ഞാൻ പറഞ്ഞതൊക്കെ വിശ്വാസം വേണ്ടിയാന്ന് തോന്നുന്നു. ഞാൻ ബോധ്യപ്പെടുത്തി തരാം. തന്നെ കണ്ടത് നന്നായി ഞാൻ വിചാരിക്കുന്നു. വേറൊന്നല്ല, ഈ പറയുന്നത് തനിക്ക് ഗുണമുള്ളതില്ല. ഇവിടെ അവസ്ഥ സുന്ദരിയായിട്ടൊരു കന്യകയുണ്ട്. കന്യകയുടെ കഥ കൊണ്ട് തുടങ്ങിയ സാമാന്യ സമുദായമായിട്ട് അതാണ് നമ്മുടെ തനിക്ക് ഗുണമുള്ള കാര്യമാണ്. അതിസുന്ദരിയായിട്ടുള്ള കന്യകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു തീരുമാനിക്കുന്നത് ആ കന്യകയെ തനിക്കത് തരാനാണ്. വിവാഹം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്നും ആയതുപോലെ ക്ഷമിയൊന്നുമില്ലോ. കാര്യം തന്റെ ഭാഗ്യ അതിന് ഇത്ര നല്ല കന്യകയൊന്നും തനിക്ക് തരാവിയാണ്. ഒരു വൈഷമ്യം എന്താ വെച്ചാൽ വീരനെ കൊടുക്കുമെന്ന് നിശ്ചയിച്ച കന്യകയാണ്. പ്രായത്രയായിട്ടും അതുകൊണ്ട് പരാക്രമത്തിനൊക്കെ എങ്ങനെയാ ഇരിക്കുന്നത് കണ്ടാ അറിയാം. പ്രായ കാലത്ത് നല്ല പരാക്രമിയാണെന്ന് കണ്ടാ അറിയാം. അപ്പൊ പ്രായത്രയായി അതുകൊണ്ട് ചോദിക്കുക വായനൊരു പല്ല് പോലും ഉണ്ടാവില്ല. എന്നാലും വീരനല്ലാന്ന് സമ്മതിക്കുക. ആരോട് ചോദിച്ചാൽ മതി വീരനല്ലാന്ന് സമ്മതിക്കുക. വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചാൽ തനിക്ക് മുന്നിൽ കാണാൻ ആരാ വീരന്റെ അതിനു വേണ്ടിയിട്ട് വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചത് മാത്രമല്ല തന്റെ ആ വിദ്വാന്മാരെ നിയോഗിച്ച് സകല രാജാക്കന്മാരെയും ആ പാഞ്ചാല മഹാരാജാവ് ക്ഷണിക്കേണ്ടായിട്ടുള്ളത്. ഇപ്പോ ക്ഷണം സ്വീകരിച്ച് ഇന്ന രാജാവ് വന്നു ഇന്ന രാജാവ് വന്നില്ല ഒന്നും പറയാനില്ല. ആ ചതുർസാഗര പര്യന്തയായിരിക്കുന്ന ഭൂമിയില് ഏതൊക്കെ രാജാക്കന്മാരുണ്ടായിരുന്നു ആ സകല രാജാക്കന്മാരും അവിടെ ഒരു കഴിയും.
അങ്ങനെ ആ രാജാക്കന്മാരെല്ലാവരും അവിടെ വന്ന സമയത്തുകൾ ആ സമയത്തുകൾ പഞ്ചാല രാജധാനികൾ പഞ്ചാല മഹാരാജാവിന്റെ ക്ഷണമനുസരിച്ച് രാജാക്കന്മാരെല്ലാവരും അതവരുണ്ടായോ. ആ സമയത്തുകൾ പാഞ്ചാല ഭൂപാലസുതനാകട്ടെ പാഞ്ചാല രാജപുത്രനായിരിക്കുന്ന ധൃഷ്ടദ്യുമ്നൻ. ആ ധൃഷ്ടദ്യുമ്നൻ അശേഷാനും ദ്രുപദീം മഞ്ജേഷു യഥാർത്ഥം സംവേശിതവാൻ. അശേഷന്മാരായിരിക്കുന്ന നൃപതിമാരെയും മഞ്ജങ്ങളിൽ യഥാർത്ഥമാകും വണ്ണം സംവേശിതവാനായി ആ ധൃഷ്ടദ്യുമ്നൻ രാജാക്കന്മാരെ മുഴുവൻ സൽക്കരിക്കാനായി ധൃഷ്ടദ്യുമ്നൻ സൽക്കരിക്കാൻ പുറപ്പെടുന്ന ആവശ്യം എന്താ? ധൃഷ്ടദ്യുമ്നൻ ആരാ? രാജപുത്രനാണ്. ഓ, രാജധാനിയുടെ വിവാഹം ആകുമ്പോൾ അതിന് ചുമതലക്കാരുണ്ടായിട്ടുണ്ടാവില്ലേ? വിവാഹം നടത്തുന്നതിന്റെ ഒരു സമ്പ്രദായം എന്താ? മുമ്പ് അച്ഛനമ്മമാരാണ് വിവാഹം നടത്തുക. ഓ, അങ്ങനെ നടത്തുന്ന സമയത്ത് ഓരോരോ ചുമതല ഓരോരുത്തർക്കും നടത്തും. ദഹനത്തിന്റെ ചുമതല ഒരാൾക്ക്, അതുപോലെ തന്നെ ആ സ്ഥലങ്ങൾ കെട്ടിണ്ടാക്കുന്നതിന്റെ ചുമതല, ധനത്തിന്റെ ചുമതല, അങ്ങനെ ഓരോ ചുമതല ഓരോരുത്തർക്കും. ഇപ്പൊ സമ്പ്രദായം കുറച്ചിട്ടുണ്ട്. എന്താ? ഇപ്പൊ വിവാഹം മുഴുവൻ ഒരാൾക്കാ ചുമതല. വിവാഹം നടത്തുന്ന ആളുകളൊക്കെയാണ് ഒരേ പറയുക. അങ്ങനെ അവർക്ക് ചുമതല കൊടുക്കാത്ത വൈഷമ്യം എന്താ വെച്ചാൽ ഏകദേശം ആ വിവാഹത്തിന്റെ സമയമാകുമ്പോഴേക്കും അവൻ ചുമയും തലയും വേറെവിടേക്ക് കിടക്കലുണ്ടാവും. അവനെ കൊണ്ട് സാമാന്യം പോലെ വിവാഹം നടത്താമെന്നുള്ളത് സാധിക്കുകയാണ്. ഇവിടെ രാജപുത്രിയുടെ സ്വയംവരാൻ. അപ്പോ രാജധാനിയിൽ അനവധി ചുമതലക്കാരുണ്ടായിട്ടുണ്ടാവും. ദൃഷ്ടദ്യുമ്നൻ നോക്കിയപ്പോ ചുമതലക്കാരൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ചുമതലക്കാരുടെ ഭംഗിയായിട്ട് നടത്തപ്പെട്ട ചുമതലക്കാർ പ്രധാന ചുമതലക്കാരനൊന്നും വീടവിടെ പോയി കിട്ടിയില്ല. ഇത് വേണ്ട പോലെ നടത്തേണ്ട അടുത്ത ചുമതലക്കാരൻ. ഓരോരോ ചുമതലക്കാരോട് ചുമതലയില്ലാതെ ഓരോരോ ചെയ്യില്ല. ഇങ്ങനെയുള്ള ചുമതലക്കാരായത് വീഴാതില്ല. സാമാന്യം പോലെ ആവണമെങ്കിൽ നല്ല ചുമതലക്കാരാണോ? കാര്യമില്ല. ഇവരെ കൊണ്ട് സാധിക്കുന്നു തോന്നാൻ എന്റെ സഹോദരിയുടെ വിവാഹത്തിലെ ഞാൻ തന്നെ അങ്ങോട്ട് പുറപ്പെടാം. അത് തന്നെയാണ് വൃത്തിയെന്ന് നിശ്ചയിച്ചത്. സുമനസാരി അങ്ങോട്ട് പുറപ്പെടാൻ ഒത്തിരി ആണെങ്കിൽ അങ്ങനെ പുറപ്പെട്ടതല്ല. രാജാക്കന്മാരൊക്കെ അവിടെ വന്ന സമയത്തിൽ കൊണ്ട് സംജോതിരനായി താഴെയിരുന്നല്ലോ താഴെന്റെ കീഴ് അച്ഛന്റെ വാക്ക്. അതുകൊണ്ട് സമ്യക്കാവുമെന്നും ചോദ്യങ്ങൾ വഴിപോലെ വേദികളായിട്ട് തോന്നുന്നു. ആ രാജാക്കന്മാരൊക്കെ വന്ന സമയത്തിൽ പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രനായിരിക്കുന്ന ധൃഷ്ടദ്യുമ്നനെ സമീപത്തിൽ വിളിച്ചിട്ട് ഉണ്ണി ധൃഷ്ടദ്യുമ്ന ഇത് എന്താ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? നോക്ക്, ഇതൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ട് വന്നിരിക്കുന്ന രാജാക്കന്മാരാ. അതല്ലേ ആ രാജാക്കന്മാരൊക്കെ എവിടെയായിരിക്കും അറിയാതെ ഓരോരോ ദിക്കിൽ കൂട്ടായിരിക്കുന്നത്. ചില രാജാക്കന്മാരെ കുഞ്ഞിന്റെ പിന്നിൽ അവിടെയൊക്കെ കൂടിയിരിക്കുന്നത്. ഞാൻ അവർക്ക് അവിടെയൊന്നും എല്ലാം നിശ്ചയിച്ചപ്പോൾ ഇവരൊക്കെ കൂടി ഭംഗിയായിട്ട് സൽക്കരിച്ച് കൂട്ടിക്കൊണ്ടു വന്നത് അവരോട് നിശ്ചയിച്ചപ്പോ ചില മഞ്ചകൾ കിട്ടും. അവിടെ ആ മഞ്ചകൾ കൊണ്ടിട്ടു. ഉണ്ണി ആയാലും നീരെ കൊണ്ടുണ്ടാവുന്നു. ഉണ്ണി ഇരിക്കോ? ഉണ്ണി പൊപ്പനാല് നീരെ കൂടാതെ വലിയ ചില രാജാക്കന്മാരൊക്കെ ഇരിക്കാൻ അറിയാതെ കിട്ടുന്നതല്ല. അവിടെ ഇരിക്കുന്നത് ഇന്ത്യ അവിടെ എല്ലാം ഉദ്ദേശിച്ചിട്ട് ഇവിടെയാണ്. ഇന്ത്യ എന്താ ഈ അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്? ഉണ്ണി നീ പുറപ്പെട്ടാലേ നീരൊക്കെ അതുകൊണ്ടാണ്. അവിടെ പുറപ്പെടും. നീരോട് പോയി സൽക്കരിച്ച് കൊണ്ടുവരുമോ? അച്ഛന്റെ നിർബന്ധം അനുസരിച്ചിട്ടാണ് ധൃഷ്ടദ്യുമ്നൻ പുറപ്പെട്ടത്. സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരെയും ഒരുപോലെ അല്ല സൽക്കരിക്കേണ്ടത്. ഓരോരുത്തരെയും അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് വേണം സൽക്കരിക്കാനായിട്ട്. ചില ആൾ വരണത് കാണുമ്പോൾ തന്നെ എന്തത്ര മാണ്ടായത് ഇങ്ങടെ എഴുന്നള്ളാം, അവിടെ എഴുന്നിട്ട് ഇങ്ങടെ എഴുന്നള്ളാം, ഇങ്ങടെ എഴുന്നള്ളാം, ഇങ്ങടെ എഴുന്നള്ളാം, ഇങ്ങടെ എഴുന്നള്ളാം എഴുന്നൊളിച്ച് കൊണ്ടിട്ട് ആളുണ്ടോ? എന്നാൽ എല്ലാവരെയും എഴുന്നൊളിച്ച് കൊണ്ടില്ല. അത് വേണം. ചില ആളെ കാണുമ്പോ ഒന്ന് സന്തോഷേ ആയിക്കോട്ടെ കണ്ട ദിക്കിൽ വെച്ച് ബുദ്ധിമുട്ടില്ല. ഇതൊന്നും വേണ്ടാത്ത ആളുണ്ട്. കാണുമ്പോ ഓട്ടി എടുത്തിട്ട് തന്ന് കയ്യിൽ പിടിക്കുക. കയ്യിൽ തരൂ.
കഴുകിയത് തരാൻ എന്ന് പറഞ്ഞ് കൈ പിടിക്കുക. കൈ പിടിച്ചിട്ട് നന്നായിട്ട് നമ്മൾ കുറയ്ക്കുക. ഒരു കാര്യം കൈ വേദനിക്കാൻ പാടില്ല വേണം കുറയാതെ. എന്നാലും സർക്കാർ സാമാന്യം കൂടിയുള്ളൂ. ഇതൊന്നും വേണ്ടാതാവുള്ളൂ. കാണുമ്പോ കണ്ടു എന്ന് നടിക്കുക. അങ്ങനെ ഓരോരുത്തരെയും അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് വേണം സൽക്കരിക്കാനായിട്ട്. ഈ രാജ്യത്തിലേക്ക് കൊണ്ട് സംവിധാനം എന്താ നമ്മൾ ദൂരത്തിലാണെങ്കിലും വേണ്ടിയ കൈയോട് ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് കാണാം. എന്തായി കാണിക്കുന്നത് അത് ശരിയാ. അങ്ങനെയുള്ളത് അത് ഓരോരുത്തരുടെയും യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടാണ് സൽക്കരിക്കുന്നത്. ദൃഷ്ടത്യുന്നന് ഇതൊക്കെ നിശ്ചയുണ്ടോ? ദൃഷ്ടത്യുന്നന്റെ അവസ്ഥ എന്താണ്? മഹാത്മാവാണ്. ആ രാജാക്കന്മാരുടെയൊക്കെ യോഗ്യത ശരിക്കറിയാവുന്ന ആളാ എന്ന് മാത്രല്ല, ആ വന്നിരിക്കുന്ന രാജാക്കന്മാരിൽ അധിക ആളും ദൃഷ്ടത്യുന്നനെ അങ്ങോട്ട് ബഹുമാനിക്കേണ്ട ആളാണ്. അറിയില്ല, നമ്മൾ അങ്ങോട്ട് ബഹുമാനിക്കേണ്ട ഒരാള് ഇങ്ങോട്ട് വന്ന് സൽക്കരിക്കുമ്പോ രാജാക്കന്മാരുടെ സന്തോഷവും. അതിനു വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടത്യുന്നനെ പറഞ്ഞിരിക്കുന്നത്. ദൃഷ്ടത്യുന്നൻ എനിക്ക് പുറപ്പെട്ടത് മാത്രമല്ല, സകല രാജാക്കന്മാരെയും ഭംഗിയായിട്ട് സൽക്കരിച്ച് അവരവർക്ക് നിശ്ചയിച്ചുള്ള മന്ത്രങ്ങള് അവിടെ കൊണ്ടിട്ടുണ്ട്. ഓരോ രാജാക്കന്മാരും മലക്കരാജാവിന്റെ രാസൻഖൻ രാജാവ് എന്താ പറയുക, അന്ന് അവിടെ പോയി ഇങ്ങോട്ട് വരാം, അങ്ങോട്ട് പോകണ്ട, ഇവിടെയാണ് പോകാൻ, ഇവിടെ ഇരുന്നോളാം, ഇവിടെ ഇരുന്നോളാം, ഇവിടെ ഇരുന്നോളാം. മലക്കരാജാവിന്റെ രാസൻഖൻ ചേരി രാജാവ് ശിശുമാനൻ രാജാവ് അവിടെ പോയിരിക്കുന്നത്. അങ്ങേപോലെ യോഗ്യരായിട്ടുള്ള ആൾ ഇവിടെ ഇരിക്കണം, മുമ്പിൽ വരൂ, എഴുന്നള്ളാം എഴുന്നള്ളാം. ഓ ചേരി രാജാവ് കലിംഗ രാജാവ് അവിടെ അല്ലാട്ടോ. രാജാവ് ഇവിടെ വരാം, ഇവിടെ എഴുന്നള്ളാം, ഇവിടെ ഇരിക്കാം. ഓരോ രാജാക്കന്മാർ വരുമ്പോഴും അവരെ ഭംഗിയായിട്ട് സൽക്കരിച്ച് അവർക്ക് ശരിയുള്ള മന്ത്രങ്ങൾ അവിടെ കൊണ്ടിരിക്കുന്നു. രാജാക്കന്മാരെ സൽക്കരിക്കുമ്പോ ഒറ്റൊന്ന് മനസ്സിലാക്കി എന്താ, രാജാവ് വരുമ്പോ ഒറ്റയ്ക്ക് വരിക. എന്താ രാജാവൊന്നും ആവണ്ട, മന്ത്രിമാരുടെ കൂടെ എത്ര ആളുകൾ കണക്കില്ല. അപ്പോൾ രാജാവിന്റെ കഥ പറയുന്നത് രാജാവ് വരുമ്പോ മന്ത്രിമാര്, സേവന്മാര്, ക്രിസ്ത്യന്മാര് തുടങ്ങിയുള്ള അനവധി ആളുകൾ കൂടിയുള്ളൂ. അപ്പോ രാജാവിനെ സൽക്കരിച്ച് രാജാവിന് സുഖമാവണമെങ്കിൽ എല്ലാവർക്കും സുഖമാവണം. രാജാവിനെ സൽക്കരിച്ച് ഇത്ര ദിവസം ഞാൻ മാറിയത് വലിയ വിഷമൊന്നുമില്ല. ചെന്ന് പറഞ്ഞാൽ ചിലപ്പോ രാജാവ് മാറി ഇരുന്ന് വരും. രാജാവ് ഞാനാണ് ഇവിടെ, എനിക്ക് അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ രാജാവ് മാറി ഇരുന്ന് വരും. പക്ഷേ മന്ത്രിമാർ അവരിരിക്കുമ്പോ ശ്രദ്ധിക്കണം. എന്താ ഇരുത്തിയാള് പറഞ്ഞാൽ പോലും മാറി. അതാണ് മന്ത്രിമാരുടെ അവസ്ഥ. ഭംഗിയായിട്ട് ഇപ്പോൾ ഒരു മന്ത്രിയെ മാറ്റാൻ പോകുന്നത് എത്രയും ക്ലേശിക്കേണ്ടായെന്ന് കണക്കില്ല. ഒരു മന്ത്രി മാറി നമ്മൾ പോകുമ്പോഴേക്കും ആദ്യം വരുന്നത് അറിയണം. എന്താ അതിന് അവിടെ ഇരുന്നാൽ പിന്നെ അവിടെ മാറാൻ തരാവില്ല. അവര് ആ മന്ത്രി അത് നല്ലപോലെ ശ്രദ്ധിച്ചു വേണം വരെ സൽക്കരിക്കാനായിട്ട്. കൃഷ്ണദ്യുമ്നൻ ഒരു വൈകല്യം കൂടാതെ എല്ലാവരെയും ഭംഗിയായിട്ട് സൽക്കരിച്ചിട്ടുണ്ട്. ആ രാജാക്കന്മാർക്ക് നിശ്ചയിച്ചിട്ടുള്ള സങ്കേതങ്ങളിൽ രാജാക്കന്മാര്, ആ മന്ത്രിമാർക്ക് നിശ്ചയിച്ചിട്ടുള്ള സങ്കേതങ്ങളിൽ മന്ത്രിമാര്, ഭൃത്യന്മാർക്ക് നിശ്ചയിച്ചിട്ടുള്ള സങ്കേതത്തിൽ ഭൃത്യന്മാര്, സേവന്മാര് തുടങ്ങിയുള്ള സ്ഥാനങ്ങളെ അല്ലേ ഭംഗിയായിട്ട് സൽക്കരിച്ച് അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള കിട്ടി. എന്നാൽ രാജാക്കന്മാരത് പറഞ്ഞു. എങ്ങനെയാ രാജാക്കന്മാരുടെ അവസ്ഥ ആണെങ്കിൽ പഞ്ചേഷു വേഷന്മാരാ. പഞ്ചേഷു വേഷന്മാരാണ്. പഞ്ചേഷുവിന്റെ വേഷം പോലെ ഇരിക്കുന്ന വേഷത്തോട് കൂടിയിട്ടുള്ള ആളാണ്. പഞ്ചേഷു എന്ന് പറഞ്ഞാൽ ആണോ? പഞ്ചേഷു എന്ന് പറഞ്ഞാൽ 5 ശുക്കളുകളാണ്, 5 ശരങ്ങളുകളാണ് കാമദേവൻ. ആ കാമദേവന്റെ പോലെ വേഷം കെട്ടിയിട്ടാണ് ഓരോ രാജാക്കന്മാരും കെട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പറയാൻ ലോകത്തിന്റെ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പുരുഷന്മാരെ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള ആള് കാമദേവനും ലോക സമ്മതമാണ്. ഒരാളും കാമദേവനെ ഏമായിട്ട് ചാടി പുറപ്പെടാൻ കാമദേവനെ കാണാനായിട്ട് കൂടാന്നാ തോന്നുന്നത്. ഈ കാണുന്ന പ്രായോഗം കഴിഞ്ഞിട്ട് ഭയങ്കര എപ്പോഴാണ് കാമദേവനെ ഒന്ന് പോയി കാണണമെന്ന് ചോദിച്ചു പുറപ്പെടുക. കാമദേവനെ കണ്ടപ്പോൾ അറിയില്ല. അല്ലെങ്കിൽ ഇന്ന ദിക്കിൽ കാമദേവൻ ഒന്നും ഇന്ന ദിക്കിൽ കാമദേവന്റെ
എന്താ ചില ആളുകൾ ഒന്ന് കൂടിയിട്ടുള്ളത് ഇതിനു വേണ്ടി വന്നേക്കുന്ന ആളാണ്. ദൈവത്തെ കാണാനായിട്ട് വന്നേക്കുന്ന ആളാണ്. മുഖമൊന്നും ചോദിച്ചില്ല. അല്ലെങ്കിൽ കാമദേവനെ കണ്ടിട്ട് വഴങ്ങാറ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ലേ സ്വതേ ആൾ ഇങ്ങനെ വരുന്നത് കാണുമ്പോഴുണ്ട് എങ്ങടാ ഈ പുറപ്പെട്ട് പോണത് കാമദേവനെ കാണാനായിട്ട് കൂടാണ്. ആയത്രയും നല്ല എന്റെ മുമ്പ് കേട്ടിട്ടില്ല. അല്ലെങ്കിൽ വരുന്നത് കാമദേവനെ കണ്ടിട്ടില്ല. കാമദേവനെ കണ്ടോ ഒരു കാര്യമുണ്ടോ? എനിക്കിപ്പോ കാമദേവനെ കാണേണ്ട പ്രായമൊന്നും ആയില്ല. ആ പ്രായത്തിൽ കാണാൻ ഇപ്പൊ സാധിച്ചു വരികയല്ല. ഇന്ന ദിക്കില് കാമദേവൻ പെട്ടപ്പോ ഇവിടെ ഇരിക്കേണ്ട ഇന്ന് അവിടെ ചെന്നാലേ കാമദേവനെ കാണാൻ തരാം. ഇവിടെ ഇരുന്ന ഇവിടെ ഇരിക്കലേണ്ട ഇവിടെ ആയിക്കോട്ടെ എഴുന്നേറ്റ് പോകാം ഇന്നും പറഞ്ഞു കേട്ടില്ല. കാമദേവനെ കണ്ടിട്ടുള്ള ആളില്ല. പക്ഷേ പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള ആള് കാമദേവൻ ലോക സമര. അതുകൊണ്ടാണ് ഒരു സമയം സ്ത്രീകൾ എന്ന് പറയാറുണ്ട് എന്ത് എല്ലാവരും കാമദേവനാ. പിന്നെ ഇത് കണ്ടത് കാമദേവനെ കണ്ടല്ലേ കണ്ടതെങ്കിൽ അങ്ങനെ പറയും ചെയ്യും. അതുകൊണ്ട് രാജാക്കന്മാർ വേഷം കെട്ടി വന്നു. അതല്ല ആ കാമദേവന്റെ പോലെ വേഷം കെട്ടി വന്നു എന്ന് പറഞ്ഞാൽ അവരോട് സൗന്ദര്യത്തിന് എങ്ങനെയാണോ കേമാവുക അതിന് പാകത്തിന് വേഷം കെട്ടി വരുണ്ടായി. എല്ലാവരും കാമദേവന്റെ പോലെ സുന്ദരന്മാരായിട്ടാണ് അങ്ങോട്ട് കൊണ്ടാടുന്നത്. ആ പാകത്തിനാണ് വേഷം കെട്ടിട്ടുണ്ടായിട്ടുള്ളത്. ആളുള്ള സൗന്ദര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അത് അറിയേണ്ട പതിവുണ്ട്. എന്ത് സ്ത്രീകളെ പറഞ്ഞു വരുന്നുണ്ടായി ആരെങ്കിലും ഒരാളുടെ സൗന്ദര്യത്തെ കുറിച്ച് പഠിപ്പിച്ചോ കാമദേവനാണ്. കാമദേവൻ പച്ച ഉണങ്ങിയും നിറം പറയുന്നു. അങ്ങനെ കാമദേവന്റെ താല്പര്യം എന്താ പറയുന്നത്? ആ കാമദേവൻ എന്ന് പറഞ്ഞാൽ സുന്ദരൻ. അതിന് പാകത്തിന് സുന്ദരന്മാരാവാൻ പാകത്തിന് വേഷം കെട്ടിയിട്ടാണ് രാജാക്കന്മാർ ഓരോരുത്തർ വരുന്നുണ്ടായിട്ടുള്ളത്. രാജാവ് ഭംഗിയായിട്ട് പുറപ്പെടം കന്യക തന്നെ എടുക്കാണ്ട് അപ്പം ഭ്രമിക്കണം നിശ്ചയിച്ച് അങ്ങനെ വേഷം കെട്ടുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള വേഷമൊക്കെ തിരിച്ചിട്ടാവുന്നുണ്ട്. ഓരോരുത്തരും അവരോട് സൗന്ദര്യത്തിന് എങ്ങനെ കേമാവോ അതിന് പാകത്തിനാണ് വേഷം കെട്ടി വരുന്നുണ്ടായിട്ടുള്ളത്. എന്ത് വേണം ഇതെന്താ കടഞ്ഞി അവിടെ പൂർണ്ണ പുറത്ത് തൂങ്ങി കിടക്കുന്നുണ്ട്. അങ്ങനെ ആയാലേ ദൈവം നിശ്ചയിച്ചിട്ട് അങ്ങനെ പുറപ്പെടേണ്ടത്. ഓരോ രാജാക്കന്മാരും അതെ. ചില ആളുകളൊക്കെ കാവ്യം കൊടുത്തതാ ഉണ്ടെങ്കിൽ കാവ്യം കൊടുത്തത് വിവാഹത്തിനും മറ്റും കാവ്യം കൊടുത്ത് പറഞ്ഞാൽ കന്യകയുടെ മനസ്സിട്ടൊന്നും ആലോചിച്ചിട്ടില്ല. എങ്ങനെ ആയാലേ ദേവിയാവും നിശ്ചയിച്ചതാണ് ഇങ്ങനെയൊക്കെ വേഷം കെട്ടിയിട്ട് അവരോട് സൗന്ദര്യത്തിന് ക്ഷേമാവുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഇങ്ങനൊരു വേഷം. ഇങ്ങനെയുള്ള വേഷം ധരിച്ചിട്ടാണ് അത് നിശ്ചയിച്ചിട്ട് എങ്ങനെയായാലേ ക്ഷേമാവും നിശ്ചയിച്ചതാണ്. അങ്ങനെ രാജാക്കന്മാർ അവിടെ വന്ന സമയത്ത് അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള മത്സരങ്ങളില് ആ ഇഷ്ടത്തിന് നദിയായിട്ട് അവരെ പോയി പാഞ്ചാലിയുടെ സഖിമാര് പാഞ്ചാലിയെ വിവാഹത്തിന് മുമ്പ് ഒരുക്കങ്ങളൊക്കെ കഴിച്ച് വിവാഹത്തിന് മുമ്പ് ആരും ഒരുക്കുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വിവാഹവും ആവുന്ന ഏത് രീതിയിലേക്ക് പുറപ്പെട്ടാലും ഇവിടെ തന്നെ നോക്കി അറിയാം എല്ലാവരും ഇതൊക്കെ ഒരു സ്വഭാവമാണ്. അത് വിവാഹമാണ് കുറച്ചും കൂടെ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഇപ്പോ ഒരു വിധം വിവാഹത്തിനൊക്കെ അങ്ങോട്ട് ചെന്നാൽ വിവാഹത്തിലെ കന്യക ഏതാണെന്ന് സംശയം എല്ലാവരും ഒരുപോലെ ഉണ്ടാവും. പല പ്രയോഗമുണ്ട്. യൊന്യാന്ന് പറഞ്ഞ പല പ്രയോഗമുണ്ട്. വിവാഹത്തിന് മുമ്പ് ഒരുക്കങ്ങളാവുമ്പോ പല പ്രയോഗമുണ്ട്. 6 മാസം മുമ്പൊക്കെ തുടങ്ങേണ്ടതാ വേണ്ടത് വിവാഹത്തിന് മുമ്പുള്ള ഒരുക്കം. ഇതെന്താ ഈ 6 മാസം മുമ്പ് തുടങ്ങണേ? അപ്പൊ തുടങ്ങിയാൽ വിവാഹത്തിന്റെ സമയം പോയി അതുകൊണ്ടാണ് ഈ 6 മാസം മുമ്പ് തുടങ്ങണത്. പല പ്രയോഗങ്ങളാണ്. വെച്ച് കെട്ടുന്നതൊക്കെ ചിലത് വെച്ച് കെട്ടും, ചിലത് എരിച്ച് കെട്ടുന്നതൊക്കെ എരിച്ചു കെട്ടും, ചില വരയ്ക്കല് ചില തേക്കല് പലതും. അങ്ങനെ അതേ തന്നെ എത്ര പെരുന്നാളായിട്ടുള്ള കഞ്ഞിയിലെങ്കിലും വലിയ ആ വിവാഹത്തിന് മുൻപ് ഈ പ്രയോഗമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് വിവാഹ മണ്ഡപത്തിൽ കൊണ്ടുപോയി കാണുമ്പോഴാവും എന്നൊക്കെ തോന്നും. വേഷം കെട്ടിച്ചേരുന്നതിന്റെ കേട്ടാ
ഇതൊക്കെ കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് ഗൃഹത്തിൽ കൊണ്ടുപോയി ആ വെച്ച് കെട്ടിയതും തേച്ച് കെട്ടിയതും ഓരോന്നൊക്കെ കഴിച്ചാൽ അറിയാം. ചിലപ്പോ അത്യാവശ്യം വേണ്ടത് പോലും ഉണ്ടാവില്ല. എന്താണെന്ന് അവരവരെ ആലോചിച്ചോ, പറയാൻ പുറത്താക്കിട്ടോ. അവരുടെ കന്യക തന്നെയാണോ സംശയം? ഇവിടെ പാഞ്ചാലിയെ സംബന്ധിച്ചിടത്തോളം സ്വതേ തന്നെ സുന്ദരിയായിട്ടുള്ള കന്യക. ആ പാഞ്ചാലിക്ക് വിവാഹത്തിന് മുമ്പുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞതോടുകൂടി എത്രയാണ് സൗന്ദര്യം വർദ്ധിച്ചു വച്ചായെന്ന് കണ്ടില്ല. സൗന്ദര്യത്തിന് അവധിയാണെന്ന് പറയാനുണ്ട്. അങ്ങനെ ആ വിവാഹത്തിന് മുമ്പുള്ള ഒരുക്കങ്ങളൊക്കെ കഴിച്ച് ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊണ്ട് അവരുടെ അനുഗ്രഹം സമ്പാദിച്ചു. കന്യകമാരെ വിവാഹമണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുത്ത് അവരുടെ അനുഗ്രഹം സമ്പാദിക്കാമെന്നൊരു ചടങ്ങുണ്ടായി. പറയുന്നതെന്താ? ദക്ഷിണയുടെ കട്ടിയനുസരിച്ചാണ് ബ്രാഹ്മണരുടെ അനുഗ്രഹത്തിൽ കട്ടിയെന്നാ പറയുക. ഞാൻ വെറുതെ പറയല്ല, ഈ ദക്ഷിണ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ബ്രാഹ്മണര് ദക്ഷിണ കയ്യിലേക്ക് മേടിച്ചാൽ ആദ്യം കയ്യിലേക്ക് ഒട്ടാതെ പോലും തോന്നില്ല, കയ്യിലേക്ക് നോക്കുക. നോക്കിയാൽ എന്തെങ്കിലും നോക്കണത് എത്ര ഉണ്ടെന്ന് അറിയാനാ. നമ്മ കുറവാണെങ്കിൽ ഒരു കയ്യിന്റെ ഉണ്ടാവും. ഇപ്പൊ കുറച്ച് കാര്യമായിട്ടുണ്ടെങ്കിൽ ഓ എന്ത് ചെയ്യുന്നുണ്ടോ, ഈ ധാരാളം ഉണ്ടെങ്കിൽ ഒട്ടും കുറയില്ല. കയ്യോട്ടും കാലോട്ടും ഉണ്ടാവും. കഴിയുള്ളൂ ഇത് അനുഗ്രഹത്തിന് വലിയ ചെലവുണ്ടോന്നല്ലോ. ഇവിടെ രാജപുത്രിയുടെ സ്വയംവര സ്വർണ്ണമായിട്ടും രത്നമായിട്ടും ഒക്കെയാണ് ഓരോരുത്തർക്ക് ദക്ഷിണ കിട്ടുന്നത്. അതിനെ കയ്യിൽ മേടിച്ച് രണ്ട് കയ്യിൽ ശിരസിൽ അങ്ങനെ വെച്ച് അഭിമത ഭർത്തൃഭാഗ്നി ഭൂയ ദീർഘസുമംഗലീ ഭവ ഇരപ്രസൂഭവ സൗഭാഗ്യവതീ ഭവ ഭംഗിയായിട്ടുള്ളത് അനുഗ്രഹത്തെ സമ്പാദിച്ചു. അതിന്റെ ശേഷം ഒരു 3 വടം കൊണ്ട് മാറ്റ് സഖിമാരോട് കൂടിയിട്ട് ആ വിവാഹം നടത്തുന്നത്. അവിടെ കൊണ്ട് നിർത്തി ദൃഷ്ടകുമാരൻ. അതിന്റെ ശേഷമാണ് ഉള്ളത് പോലെയല്ല വിവാഹം. വരനെ നേരത്തെ നിശ്ചയിക്കുകയുണ്ടാക്കിയ ആരാണോ ഈരപരീക്ഷയിൽ വിജയിക്കുന്നത് ആർക്കായിട്ട് വേണം വിവാഹം ചെയ്ത് കൊടുക്കാനായിട്ട്. ആ വിവാഹ നിശ്ചയത്തെ കുറിച്ച് ആ രാജാക്കന്മാരെ പറഞ്ഞ് മനസ്സിലാണല്ലോ എന്ന് നിശ്ചയിച്ച് അവിടെ വിളിച്ചു പറഞ്ഞു, അല്ലേ രാജാക്കന്മാര് നിങ്ങളിൽ യാവനൃത്തനാണോ പുറപ്പെടുന്നത്? ആ പുറപ്പെടുന്ന ഒരാളുടെ ശക്തി കൊണ്ട് മാത്രം രംഗപ്രദേശങ്ങളിൽ വച്ചിട്ടുള്ള ഈ വില്ലെടുത്ത് കുറച്ച് ആ നാട് കൂട്ടി കെട്ടി ആ കൂട്ടുകൂട്ട അഭിമൂർച്ചയോടുകൂടിയിരിക്കുന്ന 5 ശരങ്ങളെ കൊണ്ട് ഉപരിഭാഗത്തിങ്കൽ കറങ്ങുന്നതായിട്ടുള്ള പക്ഷിസ്വരൂപമായ ആൾക്ക് ആര് ചെയ്തിയോ ആൾക്കാർക്ക് അസുന്ദരിയായിരിക്കുന്ന എന്റെ സഹോദരിയേതാണ് വിവാഹം ചെയ്തു തന്നേക്കുന്നു എന്ന് സകല രാജാക്കന്മാർക്ക് മനസ്സിലാവാൻ പറഞ്ഞു. മകനെ വിളിച്ചു പറയുമല്ലോ. അപ്പം ഇത് കേട്ടപ്പോ രാജാക്കന്മാരിൽ ചിലര് എല്ലാവരും അവർക്ക് അറിയാം അവരെ കൊണ്ട് ഇപ്പൊ വില്ലെടുക്കാനോ ലാഭി ചേരിക്കാനൊന്നും സാധിക്കില്ല എന്നുള്ളത് അവർക്ക് നിശ്ചയം. കന്യകയെ കിട്ടിയ കൊള്ളാം വലിയ മുഖണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോ അവരെന്ത് കഴിച്ചു? ഈ കന്യകയ്ക്ക് ചില അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയാൽ ആരും ഇല്ലാതെ വന്നാൽ നിശ്ചയിച്ച അവരെ അവിടെ ഇങ്ങോട്ട് ഓരോരോ അപവാദങ്ങൾ എന്താ ഈ കന്യക മൂടിക്കൊണ്ടു പോകണ്ട അല്ലെങ്കിൽ മൂടിക്കൊണ്ടു നിർത്തേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ അഭിസന്ധിക്കുകയാണെന്നല്ലേ പറയണ്ടായത്. ആ വിദ്വാന്റെ ആരായി കന്യക? സഹോദരി. ഏതെങ്കിലും ഒരു സഹോദരൻ പറയൂ എന്റെ സഹോദരി കാണാൻ കൊള്ളാതാണോ? ആരെങ്കിലും പറയൂ ആർക്കാണ് ഇത് ചെലവായിട്ട് ആവശ്യം? ഈ കന്യകയെ കുറിച്ച് ഞാൻ ചിലത് മുമ്പ് ധരിക്കേണ്ടായില്ല. ഈ എന്തോ കന്യകയ്ക്ക് മുടി ഒട്ടുമില്ലേ? കുറച്ചെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഒട്ടുള്ളൂ. സംശയിക്കണമെന്നോ നല്ല സംശയ അതുകൊണ്ടാ മുടി കൂടുതൽ ചെയ്യണത്. ഇതൊന്നും ഞാൻ ധരിച്ചില്ല. അപ്പൊ മുടിയുടെ കഥയൊന്നും ഞാൻ ധരിച്ചില്ല. താൻ വേണ്ടതല്ലേ പിന്നീട്ടുണ്ടായോ?
ചെറുതൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഇതൊന്നുമല്ല, കണ്ണിന് സാരം പദ്യല്ലായുള്ളതാണ് ഞാൻ ധരിച്ചത്. ഈ കണ്ണിയോ എന്താണ് പുറവൈഷമ്യൊന്നുമില്ല. തന്നെ നോക്കണത് കണ്ടാൽ എന്നെ നോക്കുക കണ്ണിങ്ങനെയാ. ഈ കണ്ണിന്റെ കഥയൊന്നും ഞാൻ അറിയില്ല. താൻ വേറെ കേൾക്കണ്ടായോ? കന്യക എപ്പോഴും ചിരിക്കുന്നതേ ഒന്നും നല്ലതല്ലേ? സുന്ദരിമാരായിട്ടുള്ള കന്യകമാരെ ചിരിച്ചു കേട്ടാൽ കൗതുകമുള്ളതല്ലേ? അതിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോണ ആള് തന്നെയുണ്ട് കന്യകമാരെ കാണാനായിട്ട്. അങ്ങനെ പോണ ആളുടെ കൗതുകമുള്ളതല്ലേ അത്? കന്യക ചിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ചിരിക്കല്ല. ഇല്ലേ പല്ല് എപ്പോഴും പുറത്തേക്കാം, പല്ല അകത്തേക്കാൻ നിർത്തില്ല. ഇങ്ങനെ ഓരോരോ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഇത് കേട്ടപ്പോ ദുഷ്ടത്തിനും തോന്നിയില്ല. ഇതിങ്ങനെ മൂടിക്കൊണ്ട് നിർത്തിയേക്കൊണ്ടാണല്ലോ ഈ അപവാദം പറയുന്നത്. വേഗം തന്റെ കയ്യിലുണ്ടായ ശരക്കൂര് കൊണ്ട് ആ മൂടുപട മാറ്റിയതോടുകൂടി സകല രാജാക്കന്മാരുടെ ശ്രദ്ധ പാഞ്ചാലിയുടെ നേരെയായിരുന്നു. പാഞ്ചാലിയുടെ സൗന്ദര്യം കണ്ട് പ്രകോപിച്ചത് ഓരോരുത്തർക്ക് പറ്റിയ അർത്ഥങ്ങൾ ആലോചിച്ചാൽ അയ്യോ, ഒരു കന്യകയെ കണ്ട് ഭ്രമിച്ചിട്ട് ഇങ്ങനെയൊക്കെ അർത്ഥം പറ്റുമോ തോന്നിപ്പോവും. ഒരു വിദ്വാൻ അത് പറ്റി തീർന്നല്ല ആള് വിവാഹത്തിന് ഓരോ നേരത്തെ വരികയുണ്ടായിട്ട് ആ ദീപത്തിന് ഭംഗിയായിട്ട് സൽക്കരിച്ച് അവിടെ കൊണ്ടിരിക്കുക കഴിഞ്ഞു പോകും. കഴിഞ്ഞപ്പോൾ വിവാഹത്തിന്റെ സമയം കുറച്ചൊരു താമാന്തം ഉണ്ടല്ലോ. ഒത്തു നേരം മുക്കി രസിക്കാൻ ശേഷം വേഗം ആ നാമൂലാരോണത്തിനായിട്ട് ആ വ്യക്തിയുടെ മൂളൊക്കെ തെളിച്ച് മുക്കി രസിച്ച് അവിടെ ഇരിക്കുന്ന സമയമാണ്. അങ്ങനെ മുക്കി രസിച്ച് അവിടെ ഇരിക്കുന്ന സമയത്താണ് ദൃഷ്ടത്തിന് ആ മൂടുപട എടുത്ത് മാറ്റിയത്. മൂടുപട എടുത്ത് മാറ്റിയതോടുകൂടി ഈ വിദ്വാന്റെ ശ്രദ്ധ നേരെ പാഞ്ചാലിയുടെ നോക്കാം. പാഞ്ചാലിയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചത് ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സമയം ഈ വായനയുള്ള അകത്തേക്ക് കിടന്നു. ഇത് തുപ്പിട്ടേണ്ട സാധനമാണ്. ഇത് അകത്ത് ചെന്നാൽ സംഭ്രമം കഴിക്കുമോ? ഈ വിദ്വാൻ അവിടെ ഇരുന്നുകൊണ്ട് കയ്യൂട്ടി പറയുക. കണ്ണ് പാഞ്ചാലിയുടെ മുഖത്തിന് എടുക്കില്ല എന്ന് നോക്കിയിട്ടുണ്ട്. അത് കണ്ണെടുക്കാതെ കൊണ്ട് മുഖം ഇരിക്കില്ല, കയ്യോണ്ടായി പ്രയോഗിക്കും. എന്താ സേവനം ഇരിക്കുന്നത്? അതോ അവിടെ നല്ല പാല് കാച്ചി കൂട്ടി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചത്. കുറച്ച് പാലകത്ത് എടുത്ത് കുടിച്ചാൽ ഈ സംഭവമൊന്നും ഇല്ലാതെ ഉണ്ടാവുള്ളൂ എന്ന് നിശ്ചയിച്ചിട്ട് കയ്യോണ്ടായി പറയാനേ. അപ്പോഴും ആ വിദ്വാന് ഇന്നത് വേണമെന്ന് മുഖം തിരിച്ചു പിടിച്ച് ഓടിക്കാൻ തോന്നാല്ല. അതിനേക്ക് മുഖം തിരിച്ചാൽ പഞ്ചാലിയുടെ മുഖം കാണാൻ തരാനില്ലല്ലോ എന്നല്ലാതെ കണ്ണു പഞ്ചാലിയുടെ മുഖത്ത് അന്നത്തെ കയ്യോണ്ടായി പ്രയോഗിക്കുന്നു. സേവനം എന്ത് കഴിച്ചു? കുറച്ച് നേരമായി മുൻകാമത കൊടുക്കേ. അപ്പോ ആളായിട്ടുണ്ടാവും നിശ്ചയിച്ച് ഒട്ടും തെറ്റില്ല. വേഗം കോളാമ്പി അവിടെ ഇട്ട് കൊടുക്കും. കോളാമ്പി ഇട്ട് കൊടുത്തപ്പോ ഈ വിദ്വാൻ ഇത് എന്താണെന്ന് നോക്കണ്ടായി. കണ്ണ് പാഞ്ചാലിയുടെ മുഖത്ത് എടുക്കില്ലാന്ന് നിശ്ചയിച്ചത്. ആ പാഞ്ചാലിയുടെ മുഖത്ത് പോയിക്കൊണ്ട് അതിന് വേഗം കയ്യിലേക്ക് കാണിച്ചത് എന്താണെന്ന് നോക്കണ്ടേ. ആ കാലാമി ജഡായി മേടിക്കണേ. അങ്ങനെ മേടിച്ചു എന്ന് മാത്രമല്ല, വേഗം ഒട്ടും തെറ്റുണ്ടായില്ല. വേഗം അതിലുള്ളത് മുഴുവൻ അകത്തേക്ക് കിടക്കി. ആ കോളാമ്പി ഏകദേശം അടയാളായിട്ടായി. അതിലുള്ള മുഴുവൻ അകത്തേക്കായി. ഇത് കുറെ കൂടെ ആൾക്കുള്ള സംഭ്രമം സഹിക്കുമോ? ഈ അവിടെ കൊണ്ട് വേഗം ആദ്യം കയ്യോണ്ട് അപ്പഴും കയ്യോണ്ടാ പ്രയോഗം. എന്ത് സേവനോട് പറയുക ആ പനിനീര് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ശരീരത്തില് പനിനീര് കുറച്ച് തളിച്ചാൽ ചൂടിന് കുറച്ച് ആശ്വാസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതാണ് ഈ കയ്യോണ്ട് കാണിക്കതേ. അപ്പോഴും ഇന്നത് വേണമെന്ന് മുഖം തിരിച്ച് തോന്നിയാൽ തോന്നില്ല. എന്താ അതിനായിട്ട് മുഖം തിരിച്ചാൽ പാഞ്ചാലിയുടെ മുഖം കാണാൻ തരാവില്ലല്ലോ എന്നാ വിചാരേ. കണ്ട് പാഞ്ചാലിയുടെ മുഖത്ത് എടുക്കാൻ ശേഷം കയ്യോണ്ടായി പ്രയോഗം. സേവൻ നേരത്തെ ആ കോളാമ്പി എടുത്ത് കുടിക്കുന്നത് കണ്ടപ്പോഴാണ് സേവന് മനസ്സിലായിട്ട് തോന്നിച്ചത് പാലാണെന്നേ. ഒട്ടും തെറ്റുണ്ടായില്ലോ. വേഗം പാലങ്ങൾ എടുത്ത് കൊടുക്കും. പാലെടുത്ത് കൊടുത്തപ്പോ ഈ വിദ്വാൻ ഇത് എന്താണെന്ന് നോക്കണില്ല. എന്താ കണ്ടു പാലെല്ലാം ഓർത്തുന്ന എടുപ്പിക്കാന്ന് ചെയ്തിട്ടുണ്ട്. പനീരാന്ന് വിചാരിച്ചിട്ടായി മേടിക്കുന്നത്. കേരമായിട്ട് പാലിട്ട് വാങ്ങിച്ചത് മാത്രമല്ല, കേരമായിട്ട് പാലഭിഷേകമായിട്ട് ശരീരം മുമ്പേ വിവാഹത്തിനായിട്ട് വന്ന രാജാവിന് പറ്റിയ അർത്ഥം അങ്ങനെ അർത്ഥം പറ്റാത്ത രാജാക്കന്മാർ ഇല്ലാന്ന് വേണം പറയാനായിട്ട്. ആ സകല രാജാക്കന്മാർക്കും ആ പാഞ്ചാലിയുടെ സൗന്ദര്യം കണ്ടത് എത്രയാണ് ഭ്രമിക്കേണ്ടായിട്ടുള്ളത് എന്ന് കണക്കില്ല. അതിന്റെ ശേഷം
രാജാക്കന്മാർ ഓരോരുത്തരായിട്ട് വില്ലെടുക്കാൻ പുറപ്പെട്ടു. വില്ലെടുക്കാൻ പുറപ്പെട്ട് രാജാക്കന്മാരെ കൊണ്ട് ഒരാളെ കൊണ്ട് പോലും ആ വില്ലോ വില്ലിന്റെ ദിക്കിനെ അനക്കാൻ പോലും അറിയില്ല. ഈ രാജാക്കന്മാര് മുഴുവൻ പരാജിതന്മാരായിരുന്നു പോലും. അങ്ങനെ നോക്കുമ്പോ ബ്രാഹ്മണർ അവരുടെ കൂട്ടത്തിൽ കഴിവുള്ള ആരെയും ഉണ്ടോ എന്ന് അന്വേഷിച്ച് കൊടുക്കും. തന്നെയാണ് ഒരു ഭാഗം ആളെ കൊണ്ട് സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കുറഞ്ഞു. അങ്ങനെ ബ്രാഹ്മണർ ഉത്സാഹിച്ച് പുറപ്പെട്ടു. അവരെ കൊണ്ട് തരാമോന്നില്ലായിരുന്നു. കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ അന്വേഷിച്ച് പുറപ്പെടുകയുണ്ടായി. അങ്ങനെ പുറപ്പെട്ട സമയത്ത് ബ്രാഹ്മണർക്കും ഉണ്ട് അങ്ങനെ അന്വേഷിച്ച് പുറപ്പെട്ടത് കേട്ടോ കഴിവുള്ള ഒരാളാണ്. ആള് വേണ്ട അത്ര പ്രായമുള്ള ആളുമായ വിവാഹം കഴിഞ്ഞാൽ അധികം മതിക്കില്ല. അത് വേണ്ട ഇത്ര നല്ല കല്ലേക്ക് ഇങ്ങനെ മാറ്റാനായിട്ട് ഒരാളോട് വേണം. ഇങ്ങനെ അന്വേഷിക്കുന്ന ആ സമയത്ത് പാണ്ഡവന്മാര് അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ശേഷം ബ്രാഹ്മണവേഷം സ്വീകരിച്ച് അങ്ങനെയാണ് സഞ്ചരിക്കേണ്ടായിരുന്നത്. ഇപ്പൊ അവര് ഈ പാഞ്ചാലി സ്വയംവരം അവര് പാഞ്ചാല രാജധാനിയുടെ ബ്രാഹ്മണ സഭയില് അവര് വിളിച്ചിരുത്തല്ലോ. ആ കൂട്ടത്തില് ആ ഭീമസേനെ ബ്രാഹ്മണൻ കാണാനായിട്ട് അങ്ങനെ ഇരിക്കണത് കണ്ടപ്പോ വേഗം ഭീമസേന്റെ സമീപത്തിന്റെ ഭീമസേനെ വില്ലെടുക്കാനായിട്ട് നിർബന്ധിച്ചല്ലോ. അങ്ങനെ നിർബന്ധിച്ച സമയത്ത് ഭീമസേനൻ വേഗം അർജുന്റെ നേരെ കയ്യിൽ കാട്ടി. കഴിച്ച് കാട്ടിയപ്പോ ബ്രാഹ്മണനും സന്തോഷമായി. എന്താ ഭീമസേനെ കണ്ടപ്പോഴാണ് ഈ വിദ്വാനേക്കാൾ നല്ലത് ആ വിദ്വാനാണെന്ന് തോന്നുന്നത്. ഈ വിദ്വാന്റെ കയ്യിൽ കിട്ടിയാൽ 6 മാസം അത്രയും കണക്കാക്കിയിട്ടുണ്ട്. അപ്പോഴും വിവാഹം കഴിഞ്ഞിട്ടാണല്ലോ സിദ്ധി കൂടിയെന്നൊരു സമാധാനം അത്രേ ഉള്ളൂ. ഈ വിവാഹമല്ല ആ വിവാഹം തന്നെയാണ് നിശ്ചയിച്ച് വേഗം ആ ബ്രാഹ്മണ സമീപത്തിലേക്ക് അർജുന്റെ സമീപത്തിലേക്ക് അത് പുറത്തു. അങ്ങനെ പുറത്ത് അതിൻ്റെതായി പുറത്തേക്കുന്നത് അത് പേടിച്ചുണ്ടോ? ഇവൻ പേരെന്താ നിശ്ചയിക്കാോ എനിക്ക് നിശ്ചയുണ്ട്. എന്താ സുന്ദര ബ്രാഹ്മണൻ എന്താ ഒരു പേരൊന്നുമല്ല. അർജുനെ കണ്ടാ സുന്ദരൻ, അതുകൊണ്ട് ഒരു പേര് സുന്ദര ബ്രാഹ്മണൻ. എന്നാ അത് പുറപ്പെടാൻ നിശ്ചയിച്ച് ആ അർജുന്റെ സമീപത്തിന്റെ ചെന്നത് സുന്ദര ബ്രാഹ്മണൻ ഒരു കാര്യം ചെയ്യോ. ഞങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ കഴിവുള്ള ആളാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് പുറപ്പെട്ടതാ. ഇപ്പൊ കൂട്ടത്തില് തന്റെ അടുത്തേക്കല്ല ഞങ്ങൾ ആദ്യം വരാൻ വിചാരിക്കേണ്ടായിരുന്നു. ഏറെ ദിക്കിലേക്കാ ചെന്നത്. കണ്ടില്ലേ ആ പൊണ്ണബ്രാഹ്മണന്റെ അടുത്തേക്കാണ് ഞങ്ങൾ ചെല്ലേണ്ടായത്. ആ വിദ്വാനാണ് വന്നത് താനാണെന്നുള്ളത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ആ പുറപ്പെടുക വില്ലെടുക്കാൻ പുറപ്പെടും. സുന്ദരബ്രാഹ്മണൻ എന്തെങ്കിലും ജോലിക്കൊണ്ട് ഇവിടെ പുറപ്പെടുക എന്ന് പറഞ്ഞ അർജുനെ നിർബന്ധിച്ചു തുടങ്ങിയതു. അർജുനെ നിർബന്ധിച്ച സമയത്ത് അർജുനൻ അങ്ങനെ വാക്ക് കേട്ട് പുറപ്പെട്ടാൽ ചിലപ്പോ അധൈര്യം വരും. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ എഴുന്നള്ളിരിക്കുന്നത് ആ ഭഗവാന്റെ അഭിപ്രായം ഒന്ന് അറിയണം, എന്നിട്ട് വേണം പുറപ്പെടാനായിട്ട്. അങ്ങനെ അവിടുന്ന് പുറപ്പെടാനായിട്ട് വിചാരിച്ച സമയത്തില്ല ഭഗവാനെ ഒന്നങ്ങനെ നോക്കിയ സമയത്തില്ല ഭഗവാൻ കടാക്ഷരൂപേണ ഈ പുറപ്പെട്ടോ ഒന്ന് കണ്ണോണ്ടോ അനുവാദം ഭഗവാന്റെ അനുവാദമായിട്ടുള്ളത്. പിന്നെ ജ്യേഷ്ഠൻ അവിടെ ഇരിക്കുന്നല്ലോ, ആ ജ്യേഷ്ഠനൊന്നും നീ പുറപ്പെട്ടോ എന്നാൽ ആ യുധിഷ്ഠിരന്റെ അനുവാദത്തിന്റെ ഭീമസേനൻ പറഞ്ഞിട്ടാണ് പറയുക. പൊണ്ണബ്രാഹ്മണൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഭീമസേനന്റെ അനുവാദമായില്ലോ. എന്നാൽ പുറപ്പെടുന്നതിനനുസരിച്ച് അർജുനൻ വില്ലെടുക്കാനായിട്ട് ആ രംഗപ്രദേശത്തിൽ അവിടെ ചെന്ന് ഒന്നങ്ങനെ നോക്കി മാത്രമല്ല വില്ലിനെ വെച്ചു. അതിന്റെ ശേഷം ഭംഗിയായിട്ട് ആ വില്ലിനെ നമുക്ക് നമസ്കരിച്ച് അവിടുന്ന് എഴുന്നേറ്റ് ആ വില്ലനത് കൈകൊണ്ടം കെട്ടുന്നു. അങ്ങനെ എത്തുന്നത് മാത്രമല്ല അതിന്റെ കട നെട്ട് കുത്തി തലയിട്ട് കുറച്ച് ഞാണം കുത്തി കെട്ടി. അതിന്റെ ശേഷം ലാക്ക് നോക്കിയപ്പോ ഒരു കൂട്, അതിലൊരു പക്ഷിയുടെ രൂപം, അതിന് 5 ദ്വാരങ്ങളും. ലാക്ക് കണ്ടപ്പോ മനസ്സിലാക്കി എന്താ 5 ശരങ്ങളും ഒരുമിച്ച് പ്രയോഗിച്ചാലേ ആ ലാക്ക് മുറി വീഴൂ. അതാ ഇത് മനസ്സിലായിട്ട് വേഗം ആ 5 ശരങ്ങളും ഒരുമിച്ച് അങ്ങോട്ട് പ്രയോഗിച്ച് ആ ലാക്ക് ചെയ്തിട്ട് ഭൂമിയിൽ പറ്റും. ലാക്ക് ഭൂമിയിൽ വീണതോട് കൂടി പാഞ്ചാലിയുടെ സഖിമാര് 4 പുറം കടന്ന് ഇങ്ങനെ പരിഗണിച്ചു തുടങ്ങി. പാഞ്ചാലിയാണെങ്കിൽ ആ
വിവാഹം നിശ്ചയിച്ചപ്പോ മുതൽക്ക് ആ വർണ്ണമാല കയ്യിൽ പിടിച്ചോണ്ടിങ്ങനെ നിൽക്കുക. ഇപ്പൊ ആരുടെ കയ്യിലിട്ട് താഴെ സ്വീകരിക്കുന്നത് ശരിയാണ്. അങ്ങനെ ആ വിവാഹം നിശ്ചയിച്ചപ്പോ മുതൽക്ക് അങ്ങനെ നിൽക്കുന്നുണ്ടോ? ഒരാളും ആ യാതൊരു സാധിക്കും ചേച്ചിയാതെ വന്നപ്പോ ഇതിപ്പോ വിവാഹം നടക്കാണ്ട വരുമോ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് അർജുനൻ വില്ലത്തിലാക്കി ഇരിക്കേണ്ടത്. യാത്ര ചെയ്ത സമയത്തിൽ സഖിമാർക്ക് എന്തമില്ലാതെ എന്നുള്ള സന്തോഷം അവരും ദുഃഖിച്ചോണ്ടാണ് നിന്നത്. അങ്ങനെ സഖിമാർക്ക് സന്തോഷമായപ്പോ സഖിമാര് തലയിൽ നിർബന്ധിച്ചു എനിക്ക് എന്താ സഖിമാര് നിർബന്ധിക്കണത്. പാഞ്ചാലിക്കാണെങ്കിൽ അച്ഛന്റെ സമീപത്തിലേക്ക് എനിക്ക് ചെല്ലാൻ തോന്നില്ല. ആ ലജ്ജയുടെ ശക്തി കൊണ്ട് അങ്ങനെ ചെല്ലാൻ തോന്നില്ല. സഖിമാര് നിർബന്ധിച്ച് ഒരു കാലം തെറ്റി വെച്ചാൽ ലജ്ജയുടെ ശക്തി കൊണ്ട് രണ്ട് കാലം പിന്നോട്ട് വരും. കാരണം പിന്നോട്ട് നടക്കുന്നില്ല. അങ്ങനെ പിന്നോട്ട് നടക്കുന്നുണ്ടാ സഖിമാരാക്കി അങ്ങോട്ട് ചെല്ലാം എത്ര ലജ്ജയില്ലാതെ കഴിയുകയാണെങ്കിലും പേരില്ല. ആ വിവാഹത്തിന്റെ സമയത്ത് ലജ്ജയൊന്നും നടക്കിയെങ്കിൽ ലജ്ജ എന്നുള്ളത് ആട്ടത്തിൽ കൂടെ പോകാതെ കഴിയോ. എന്നാലും വേണ്ടി ആ വിവാഹത്തിന്റെ സമയത്ത് കുറച്ചൊരു ലജ്ജ നടക്കിയെങ്കിലും പറ്റുന്നുണ്ട്. എല്ലാവരും കണ്ടത് എവിടെ വിവാഹത്തിന്റെ സമയം ഒരു കന്യക്കും പറ്റില്ല. അതൊക്കെ മാറിയിട്ടോ മൊത്തം ചെയ്തിട്ടൊക്കെയാണ് കന്യകമാരും മഹാമണ്ഡലത്തിലേക്ക് പോണതെന്നാണ് കേൾക്കുന്നത്. ഒരു ലജ്ജയില്ലാത്ത വിവാഹം വേണം അറിയാനായിട്ട്. ഇവിടെ പാഞ്ചാലി ആദ്യമായിട്ട് അർജുനെ കാണുന്നത്. അതുകൊണ്ട് ആ ലജ്ജയുടെ ശക്തി കൂടെ ചെല്ലാനൊന്നുമില്ല. സഖിമാര് നിർബന്ധിച്ച് അർജുനെ ആ അർജുന്റെ സമീപത്തിന്റെ പാഞ്ചാലിയെ കൊണ്ടുചെന്ന് പാഞ്ചാലി അർജുന്റെ കഴുത്തിൽ മാറിയിട്ട് അർജുനെ ഭർത്താവായിട്ട് ചോദിച്ചല്ലോ. അർജുനെ പാഞ്ചാലിയെ രംഗപ്രദേശത്തുകൾ അങ്ങനെ കണ്ട സമയത്തിന്റെ ശത്രുരാജാക്കന്മാർ കുറിച്ച് ആ പാഞ്ചാലിക്ക് അനുരൂപനായിട്ടൊരു വരൻ വേണോ? അത് അർജുനാവണം. അതുപോലെ തന്നെ അർജുന അനുരൂപയായിട്ടൊരു വധു വേണോ? അത് പാഞ്ചാലിയാണ്. രണ്ടാളും തമ്മിലുള്ള അതല്ലേ ഇങ്ങനെയല്ലേ വേണ്ടത്, ഇവരല്ലേ മേടിക്കുന്നത്, ഇങ്ങനെയല്ലേ വേണ്ടത്. എല്ലാവർക്കും സംഭവിക്കാൻ പാടില്ല. വേണം ഭാര്യ ഭർത്താക്കന്മാരായ കാണാൻ കൗതുകൊണ്ടാണെങ്കിൽ ആഗ്രഹിക്കുന്നത് രണ്ടോടാണ്. അല്ലാണ്ട് ഇങ്ങനെ പഠിക്കുന്നത്. ഇപ്പോ ഭർത്താവ് നല്ല മുഖത്തിനൊരു വിവരവും മുഖം കാണണമെങ്കിൽ വല്ല എഴുതിയെ കുറിച്ച് നോക്കേണ്ടിയില്ല. ഭർത്താവ് അങ്ങനെയാണെങ്കിലും വേണ്ടിയ ഭാര്യ അങ്ങനെ ഉള്ളൂട്ട് നൽകുന്ന ഒരു സാധനമല്ല. നോക്കുന്നത് ഭർത്താവ് ചടച്ച് ശൂര വിദ്വാൻ പല കാറ്റു പോകുന്നതൊക്കെ പറഞ്ഞു ആ പ്രകാരത്തിലുള്ള ഭാര്യ കണ്ടെത്തുന്ന ആ വിദ്വാൻ കഴിക്കുന്നത് കൂടെ അങ്കട പോകുന്നത് തോന്നാണ്. അങ്ങനെ കാണാൻ കൗതുകൊണ്ടറിയാം. കാണാൻ കൗതുകം ഉണ്ടാവണമെങ്കിൽ ആകൃതി കൊണ്ട് കിടന്നുണ്ടാവണം. അതുകൊണ്ടാണ് സ്വതേ വിവാഹത്തിനൊക്കെ ആയിട്ടൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഇന്ന പോലെയുള്ള ആളുകൾ വീഴണം എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടില്ലേ. എത്ര ഉറപ്പുള്ള ആള്, എത്ര ഉണമുള്ള ആളെന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ട്. ആകൃതി കൊണ്ട് കിടന്നുണ്ടാകാനാ. ഇവിടെ ആ അർജുനെ പാഞ്ചാലിയെ കണ്ട സമയത്തിന്റെ സകല ആളുകൾക്കും ഇങ്ങനെയല്ലേ വേണ്ടത്, ഇവരല്ലേ വേണ്ടത്, ഇങ്ങനെയല്ലേ വേണ്ടത്. സകല ആളുകൾക്കും സന്തോഷമാവാൻ പാടില്ല. ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിലോ എന്താ ഇന്ന് ഇവിടെ വന്നതിന്റെ ആവശ്യം ഇതൊന്ന് ഭംഗിയായിട്ട് സാധിക്കുന്നത് എന്താ. കൃഷ്ണൻ ഇവിടെ വന്നത് പാഞ്ചാലി സ്വയംവരം ഒന്ന് ഭംഗിയായിട്ട് സാധിക്കുമെന്ന് വിചാരിച്ചപ്പാണ്. യാദവ കൃഷ്ണനെ കൃഷ്ണൻ ആ സത്യഭാമയോടും ബൽഭദ്രനോടും കൂടിയിട്ടാണ് ആ പാഞ്ചാല രാജധാനിയിലേക്ക് പോകുന്നത്. പുറപ്പെടേണ്ട ആവശ്യമുണ്ട. തന്റെ ഭക്തനായിരിക്കുന്ന അർജുനനും ആ ഭക്തനായിരിക്കുന്ന പാഞ്ചാലിയും തമ്മിലുള്ള വിവാഹം ഒന്ന് നടത്തിക്കൊള്ളാമെന്ന് വിചാരിച്ചിട്ടാണ് പുറപ്പെട്ടത്. ഉള്ള കാര്യം ഇത് പറയുന്നത് ഇവിടെ വന്ന് ഇവിടുത്തെ ഈ സമ്പ്രദായമൊക്കെ കണ്ടപ്പോ ഒരു നല്ല നീതിയാകുമെന്ന് സംശയം ഉണ്ടായിരുന്നു. എങ്കിലും വേണ്ട വിധത്തിൽ സാധിച്ചു എന്നുള്ള ഗാഠതയോടും കൂടിയിട്ട് ആ സകല ഭക്തജനങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് ലോകനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ സഭയിൽ എന്താ ആ ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ എത്ര കഴിവില്ലാത്ത ആളാണെങ്കിലും വേണ്ടിയ ആ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കാനായിട്ട് തരൂ. ഈ ഭഗവാന്റെ കൃപ എനിക്ക് എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഭഗവത് കൃപ ഇല്ലാതെ കണ്ടത് ഒന്നും ചെയ്യാൻ തരാറില്ല. ഇവിടെ ആ അർജുനും പാഞ്ചാലിയും തമ്മിലുള്ള വിവാഹം ആ ഭഗവത് കൃപ കൊണ്ട്
ഭംഗിയായിട്ട് സാധിച്ചു, അവരുടെ വിവാഹം ഭംഗിയായിട്ട് സാധിച്ചു എന്നുള്ള കൃതാർത്ഥതയോടുകൂടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ സഭയില് തന്റെ ഭക്തജനങ്ങളെ അനുസരിച്ചുകൊണ്ട് ഭക്തവത്സലനായിരിക്കുന്നയാൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമഭക്തനായിരിക്കുന്ന അർജുനനോ ഛേദിച്ച് അതിസുന്ദരിയായിരിക്കുന്ന പാഞ്ചാലിയെ പത്നിയായി സ്വീകരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാരുണ്യത്തിന് പത്രീഭൂതനായി നാടോട് വർദ്ധിച്ചത് പ്രകാരമെല്ലാതിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ